ഇന്ന് പ്രാർത്ഥനാലയങ്ങളിൽ അല്ലെങ്കിൽ സഭകളിൽ ചിലർ ഒരു കാരണവശാലും വരുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അല്ലെങ്കിൽ ചിലരെങ്കിലും ഒരുമിച്ച് അത് ആദ്യമായിട്ട് പഠിക്കുന്നത് പോലെ പഠിച്ചു. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അതാണ് വിഷയം ഇതായിരുന്നു, സ്പിരിച്വൽ വാർഫെയർ. എന്താണ്? ആത്മീയ പോരാട്ടം. നമുക്കൊക്കെ ഒത്തിരി പോരാട്ടമുണ്ട്, പക്ഷെ നമ്മുടെ പോരാട്ടങ്ങൾ പലപ്പോഴും ആത്മീക പോരാട്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ കുറിവാക്യം തന്നെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് അവർ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പക്ഷേ നമുക്കൊരു പോരാട്ടമുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങളത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവനൊരു പോരാട്ടമുണ്ട്, അല്ലേ? ഒരു ആത്മീക പോരാട്ടമുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടി ഒരു ക്വിക്ക് റീക്യാപ്പ് ഇത്രയേ ഉള്ളൂ. ഡിറ്റർമൈൻ യുവർ ടെറിട്ടറി ഡെമോഗ്രാഫിക്സ്. അതിൻ്റെ വേറൊന്നുമല്ല, നിങ്ങളായിരിക്കുന്ന ഒരു സ്ഥലം, നിങ്ങളായിരിക്കുന്ന ഒരു ദേശം, നിങ്ങളായിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം, ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങളുടെ ചുറ്റും ഉള്ളത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം പട്ടണം. ഈ പട്ടണത്തിൽ ഞാനിന്ന് രാവിലത്തെ സർവീസ് ചോദിച്ചു, ഈ പട്ടണത്തിൽ 50 കൊല്ലത്തിന് മുകളിൽ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന്. ആകാംക്ഷ കൊണ്ട് അതേ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക ഈ സർവീസിൽ. 50 വർഷത്തിൽ കൂടുതലായിട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ ജീവിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ദൈവമേ, കുറച്ച് പേരുണ്ട്. എന്നാലും ഒരു 1.5 ഡസൻ ഇല്ല കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ, അല്ലേ? ശരി, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒന്നുകൂടെ പറയാം. തിരുവനന്തപുരം ഒരു നല്ല പട്ടണമാണ്. ഓക്കെ, ഇവിടെ വരുന്നവരാരും തിരിച്ചു പോകാറില്ല, ഇവിടെ തന്നെ വീട് വെച്ച് സെറ്റിൽ ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഒരു നല്ല ഭൂപ്രകൃതിയും നല്ല മനുഷ്യരും ഒക്കെയാണ് തിരുവനന്തപുരത്തുള്ളതെന്നാണ് ഞങ്ങളുടെ വെപ്പ്. ഓക്കെ, ഭാഷ മാത്രം അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റേജിലായതുകൊണ്ടാണ് ഞാൻ നല്ല ഭാഷ ഇങ്ങനെ നല്ല ഉപദേശ ഭാഷയൊക്കെ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു സ്പീക്ക് മലയാളം ഇൻ ദ ട്രിവാൻഡ്രം. അതെ, ഇവിടുത്തെ ഒരു കൊളോക്കിയൽ സ്റ്റൈലുണ്ട്, അത് സംസാരിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് സംസാരിച്ചല്ലേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു, കോളേജ് പഠിക്കുന്നതായിരുന്നൊക്കെ ആ ശൈലി തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ശൈലി പ്രസംഗത്തിലും വരുന്നുണ്ട്. ചിലരെങ്കിലും പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാസ്റ്ററെ ഇഷ്ടമെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഭാഷയില്ല. സ്റ്റേജിൽ വരുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വാട്ട് യു സ്പീക്ക്. അപ്പോൾ നമ്മുടെ ഭാഷ ശ്രദ്ധിക്കണം, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ബട്ട് വി കനോട്ട് ബി അവർ സെൽഫ്സ്. അതാണ് പ്രശ്നം. ഇന്ന് ഒത്തിരി സ്റ്റേജിൽ ഈ ശരിക്കുള്ളത് വരുന്നില്ല, എന്തോ ഉണ്ടാക്കി എടുക്കുക. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തിരുവനന്തപുരം പറയുമ്പോഴാണ് നമ്മളാവുന്നത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഒരു തിരുവനന്തപുരം വേർഷൻ ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേ, അല്ലേ? ആലോചിച്ച് നോക്ക്, യേശു ഈ ഭൂമി വന്നപ്പോൾ സംസാരിച്ചത് അന്ന് ഈ പറഞ്ഞ പോലെ ഹീബ്രു ലാംഗ്വേജ്, അല്ലേ? അന്നത്തെ മതത്തിൻ്റെ, യഹൂദ മതത്തിൻ്റെ ഭാഷയാണ്, അല്ലേ? ദൈവവചനം കൽപ്പനകളൊക്കെ ഹീബ്രുവിൽ എഴുതി കൊടുത്തേ, പക്ഷേ അതല്ല സംസാരിച്ചത്. അടുത്തത് അന്നത്തെ രാഷ്ട്രഭാഷ എന്തായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ല അന്നത്തെ സംസ്കാരം ഗ്രീക്ക്, അതുമല്ല. പക്ഷെ താൻ സംസാരിച്ച എന്തുവാ? യേശു സംസാരിച്ച ഭാഷ ഏതാ? അരാമ്യ ഭാഷ, നാടൻ ഭാഷ, തിരുവനന്തപുരം ഭാഷ. നിങ്ങൾക്ക് തിരുവനന്തപുരം ഭാഷ എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛം കണ്ടില്ലേ? ഇതുപോലായിരുന്നു യേശു അരാമ്യ ഭാഷ സംസാരിച്ചപ്പോഴും അവിടെയുള്ള സ്കോളേഴ്സ്, ഫാരിസീസ്, സ്ക്രൈബ്സ്, ഇയാൾ എന്തുവാ ഇത്? കാര്യം അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് ഈ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവും. ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മൾ ഈ പച്ച മലയാളത്തിൽ സംസാരിക്കാതെ നമ്മളീ ഉണ്ടാക്കിയെടുത്ത് ഹീബ്രുവും ഗ്രീക്കും ഒക്കെ സംസാരിക്കുന്നുണ്ട് മനുഷ്യർക്കൊന്നും മനസ്സിലാകാത്തെ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരോടും സുവിശേഷമെങ്കിലും പറയുമ്പം പച്ചയ്ക്ക് നിങ്ങൾ പറയുന്ന ഭാഷയിലും ശൈലിയിലും പറ, അപ്പോഴേ ആ കേൾക്കുന്ന ആൾക്കും മനസ്സിലാവും. കാര്യം നിങ്ങളുടെ ഭാഷയുടെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്, സുവിശേഷത്തിൽ ശക്തിയുണ്ട്, അല്ലേ? സുവിശേഷൻ, ഗോസ്പൽ ഹാസ് പവർ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് നിങ്ങളായിരിക്കുന്ന ആ ഒരു ശൈലി പറ. അതിനെ നിങ്ങൾ പെട്ടെന്ന് ഇപ്പം തന്നെ സഹോദരി ഇവിടെ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഏത് ഭൂപ്രദേശത്ത് നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിന് പലരും പറഞ്ഞു ഞങ്ങൾ ന്യൂസിലൻഡിൻ്റെ പ്രദേശത്ത് നിന്ന് വരുന്നു. അതെവിടെ നിന്ന് വന്നെന്നറിയാം? ഭാഷ.
നമ്മളൊരു ചർച്ച് കൾച്ചറിൽ നിന്ന് വരുന്നതാണ്. അത് കുഴപ്പമില്ല, ചർച്ചിൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. വേറെ എവിടെയെങ്കിലും ചെന്ന് റെയിൽവേ ടിക്കറ്റ്, എനിക്ക് തിരുവല്ലാട് പ്രദേശത്തേക്ക് ഒരു ടിക്കറ്റ് തരുമോ എന്ന് ചോദിക്കുമോ? ഇല്ല. അവിടെ ഒരു തിരുവല്ല കേട്ടോ, അവിടെ പ്രദേശവും ഇല്ല, ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം അല്ലേ? അപ്പോൾ ഈ ഭാഷയിലൊക്കെ ഒത്തിരി കാര്യമുണ്ടെന്നേ. ഞാൻ ഇടയ്ക്ക് വിഷയം വിട്ടു പോയെങ്കിലും തിരിച്ചു വരാം. അപ്പം നമ്മൾ താമസിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന ആ മേഖലകളെക്കുറിച്ച് ഒരു പഠനം നടത്തണം. അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ സ്റ്റാഫ് ഡിവോഷനിൽ ഞങ്ങളൊരു ചെറിയൊരു സർവേ നടത്തി. ഈ പട്ടണത്തിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? അങ്ങനെ ഞങ്ങളൊരു ലിസ്റ്റ് കണ്ടെത്തി. എൻ്റെ കോപ്പി വേണ്ടവർക്ക് ഞാൻ പിന്നെ അയച്ചു തരാം. അത്യാവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണും, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 സെറ്റ്സ് ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ട്. അതായത് വന്ന് താമസിക്കുന്നവർ, അന്യ നാട്ടുകാർ, വിദേശികൾ അല്ലേ, അന്യ മതക്കാർ, മറ്റ് വിഭാഗങ്ങൾ, ഇങ്ങനെ ഒരു 10 തരം ആൾക്കാർ ഈ പട്ടണത്തിലുണ്ട്. അപ്പോൾ ഈ 10 തരം ആൾക്കാർ മിനിമമാണ്, അല്ലെങ്കിൽ കൂടുതലൊക്കെ ആളുണ്ട്, പക്ഷേ ഈ മിനിമം ഞങ്ങളൊരു ഹെഡ്സ് ഉണ്ടാക്കിയതൊരു 10. ആ 10 തരം കൂട്ടർ പീപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവരെ പറ്റിയാണ് യേശയ്യാവിലൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ആലയം ആയ പ്രാർത്ഥനാലയത്തിലേക്ക് അവരെ ഞാൻ കൊണ്ടുവന്ന് ഞാൻ അവരെ സന്തോഷിപ്പിക്കും. ഐ വിൽ മേക്ക് ദം ജോയ്ഫുൾ ഇൻ മൈ ഹൗസ് ഓഫ് പ്രെയർ. ഹൗസ് ഓഫ് പ്രെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡല്ല, അതൊരു ചർച്ചിൻ്റെ പേരുമല്ല. ദൈവമാണ് പറയുന്നത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ യെരൂശലേം ദേവാലയത്തിൽ കയറി വന്നപ്പം എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പക്ഷേ ഇവിടെ കയറി വന്നപ്പോൾ എന്താണ് കണ്ടത്? കള്ളന്മാരെയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം കണ്ട് എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി ഒരു വലിയ രോഷം അവിടെ കാണിച്ചു യേശു. എന്നിട്ട് പറഞ്ഞെന്താ? മൈ ഹൗസ് ഷാൽ ബി കോൾഡ് ഹൗസ് ഓഫ് പ്രെയർ ഫോർ ഓൾ നേഷൻസ്. ആ പദം ശ്രദ്ധിക്കണം. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. യെശയ്യാവിൽ പറഞ്ഞത് ഞാൻ അവരെ എൻ്റെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കും. അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും സാധ്യതയില്ലാത്തവരെ കൊണ്ടുവരുമെന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ പ്രശ്നം, ഇന്ന് പ്രാർത്ഥനാലയങ്ങളിൽ അല്ലെങ്കിൽ സഭകളിൽ ചിലർ ഒരു കാരണവശാലും വരുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവർ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. അതാ സത്യം. പക്ഷേ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചത് കുറച്ച് നല്ല ക്രിസ്ത്യാനികളെ ഉണ്ടാക്കിയെടുക്കാനല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് സകലരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സകലരും രക്ഷിക്കപ്പെടണമെങ്കിൽ അവർ യേശുവിനെ പറ്റി അറിയണം. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ അവർ ഈ സുവിശേഷം കേൾക്കണം. അതാര് പോയി പറയണമെന്ന് വെച്ചാൽ ഏതെങ്കിലും സുവിശേഷ സംഘടനയല്ല പോയി പറയേണ്ടത്. ദൈവസഭയിൽ വരുന്നവർ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ സുവിശേഷം പോയി പറയുവാനായി അവരെ സജ്ജമാക്കി അവരോരോരുത്തർക്കും ദൈവം കൊടുത്ത വിളിക്കൊത്തവണ്ണം അവർക്ക് ദൈവം കൊടുത്ത കൃപകളും വരങ്ങളും അവരെ മനസ്സിലാക്കിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ആ കൃപകളും വരങ്ങളും എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലവരെ പരിശീലിപ്പിച്ച് അഭിഷേകത്തോടെ അവരെ ലോകത്തേക്ക് പറഞ്ഞയക്കണം. അതിനാണ് ഒരു ദൈവസഭ. എത്ര പേര് അതിന് ആമേൻ പറയും? പക്ഷെ ഇന്നത്തെ പ്രശ്നം, ദൈവസഭ എന്ന് പറഞ്ഞാൽ സൺഡേ കയറി വന്ന് നല്ലൊരു ആരാധന കൂടാൻ ഞങ്ങൾക്കൊരു സഭ വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ വേണം, ഞങ്ങളുടെ യൂത്തിന് മീറ്റിംഗ് വേണം, ഞങ്ങളുടെ സൗകര്യമാർക്ക് പിന്നെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് വേണം, പിന്നെ നമ്മുടെ ബ്രദേഴ്സ്. അത് ഒത്തിരി സഭകളൊന്നും അതില്ല കേട്ടോ. കഴിഞ്ഞ ബുധനാഴ്ച പൈതവേ ഇവിടെ ബ്രദേഴ്സ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. 45 ബ്രദേഴ്സ് വന്നു, ഭയങ്കര സന്തോഷം. 25 ബ്രദേഴ്സിനൊന്നും വരാൻ പറ്റിയില്ല, ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെയും ഞങ്ങൾ നോക്കിയപ്പോൾ പിന്നെയും ഉണ്ട് കുറച്ച് ബ്രദേഴ്സ്. പക്ഷെ ഞാൻ ചിന്തിച്ചു, പക്ഷെ അന്ന് ഇവിടെ വന്ന ബ്രദേഴ്സിന് എന്തൊരു സന്തോഷമായിരുന്നെന്നറിയാം. ഞങ്ങൾ ഈ സഹോദരന്മാർ ഒന്നിച്ച് വരുമ്പോൾ, സഹോദരന്മാർ ഒന്നിച്ച് വരുമ്പോൾ ഒരു പ്രത്യേകം സന്തോഷവും ഒരു സത്യം അത് അനുഭവിച്ചാലേ മനസ്സിലാവും. ഇത്രയും നാൾ ഞങ്ങൾ വിചാരിച്ച് ഈ സഹോദരിമാർക്ക് മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളെ കാര്യമല്ല, ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഉള്ളൊരു സന്തോഷം. കാരണം ഞങ്ങൾ ഈ ഹൃദയമൊക്കെ ഒന്ന് തുറക്കാൻ ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാ ഇത്രയും നീട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബുധനാഴ്ചയും ഇങ്ങനെ വന്നേക്കണം 7 മണിക്ക്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും ഈ ബുധനാഴ്ച 7 മണിക്ക് ഇങ്ങ് വരണം. ഓക്കെ, ഇപ്രാവശ്യം ഡിന്നറല്ല, വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വരുന്നതായിരിക്കും. സോ മെൻ പ്ലീസ് ഡു കം, ബ്രദേഴ്സ് ഡു കം. അപ്പം ഞാനീ പറഞ്ഞത്, എല്ലാവരും കടന്നു വരേണ്ടുന്ന സ്ഥലമാണ് എൻ്റെ പ്രാർത്ഥനാലയം എന്ന് ദൈവം പറഞ്ഞ പ്രാർത്ഥനാലയം. പക്ഷേ പ്രാർത്ഥനാലയത്തിലേക്ക് ഒരുവൻ കടന്നു വരണമെങ്കിൽ അവനെ ആര് പോയി വിളിച്ചുകൊണ്ട് വരും? അവിടെയാ പ്രശ്നം. ഈ ആദ്യത്തെ ഫസ്റ്റ് കൺവേർട്ട് ആഫ്റ്റർ പെന്തക്കോസ്റ്റ് ആരാണെന്നറിയാം? 3000 പേര് സ്നാനപ്പെട്ടു, അത് ശരി. അതവർ ഓടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതാണ്. അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി കയറി വന്നതല്ല, ബഹളം കേട്ട് വന്നതാണ്. അവിടെ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർ കളിയാക്കാനാണ് തുടങ്ങിയത്.
പക്ഷേ ആത്മാവിൽ നിറഞ്ഞൊരു അപ്പോസ്തലൻ അങ്ങോട്ട് എഴുന്നേറ്റ് സുവിശേഷം പറഞ്ഞപ്പം അവരുടെ ഉള്ളിൽ കുത്തുകൊണ്ടിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം കണ്ടോ? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പോയി രക്ഷിക്കപ്പെടണം, അടുത്തത് സ്നാനപ്പെടണം, അല്ലേ? ഈ വചനപ്രകാരം ജീവിക്കണം, ഈ ദുഷ്ടലോകത്തു നിന്ന് വേർപെട്ട് കഴിഞ്ഞോണം എന്നങ്ങോട്ടൊരു ഉപദേശം അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് 3000 പേര് സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. ഓക്കെ, ചിലർ പറയും അതാണ് അത്ഭുതമെന്ന്. അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഓക്കെ, 120 പേരെ നിറച്ചു, അന്യഭാഷകൾ സംസാരിച്ചു, അല്ലേ? ആ ബഹളം കേട്ട് ഓടി വന്നവർ എന്താണെന്ന് കളിയാക്കാൻ ശ്രമിച്ചപ്പോൾ എഴുന്നേറ്റ് ആധികാരികമായിട്ട് ആത്മനിറവിൽ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം ഹൃദയത്തെ തൊട്ടു, അവർക്ക് കുത്തുകൊണ്ടു. അവരിങ്ങോട്ട് ചോദിച്ച് എന്ത് ചെയ്യണമെന്ന് 3000 പേര് സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു. ശുഭം. പക്ഷേ അടുത്ത അധ്യായത്തിൽ എന്താണെന്നറിയാം? 3rd chapter, Acts chapter 3. പ്രാർത്ഥനാ സമയത്ത് പത്രോസ് യോഹന്നാനും പ്രാർത്ഥനയ്ക്കായിട്ട് ആലയത്തിലേക്ക് പോകുമ്പം വഴിയരികിൽ ഒരു മനുഷ്യൻ ഇരുന്നുകൊണ്ട് ഭിക്ഷ ചോദിക്കുന്നു. മുടന്തനാണ്. അവിടെയാണ് പെട്ടെന്ന് നിൽക്കെ ഇങ്ങോട്ട് നോക്കിയേ, ഇയാൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കയ്യിലില്ല കേട്ടോ. ഇന്നത്തെ ഭിക്ഷക്കാരനാണെങ്കിൽ പറയാം ചില്ലറയില്ലേ, സാരമില്ല, ഗൂഗിൾ QR കോഡ് ഉണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷേ അന്ന് നല്ല നേരം ഗൂഗിൾ പേ ഇല്ല, അതുകൊണ്ട് അയാൾ QR കോഡ് കാണിച്ചില്ല. ഉടനെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി അവനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ. അവൻ കുതിച്ചെഴുന്നേറ്റ് ചാടി തുള്ളി, അല്ല അവിടെ അങ്ങനെ തന്നെ ചാടി തുള്ളി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇവരുടെ കൂടെ ആലയത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ അർത്ഥം അപ്പോൾ ഫസ്റ്റ് കൺവേർട്ട് എവിടെ നിന്നാണ് ഉണ്ടായത്? ഒരർത്ഥത്തിൽ റോഡ്സ് അല്ലെങ്കിൽ കൺവേർട്ട് നമ്മൾ വിട്ടേക്കാം. 3000 പേര് ഓൾറെഡി കൺവേർട്ടായി. ഓക്കെ, ദ ഫസ്റ്റ് മിറക്കിൾ ഓഫ് ദ ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച് ഹാപ്പൻഡ് അറ്റ് ദ സ്ട്രീറ്റ്, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ വഴിവക്കിലായിരുന്നു, കെട്ടിടത്തിനകത്തല്ല. ഇന്ന് നമ്മളെല്ലാം പറയുന്നത് കെട്ടിടത്തിൽ വാ അത്ഭുതം കാണാം, കെട്ടിടത്തിൽ വാ സൗഖ്യമുണ്ട്, കെട്ടിടത്തിനകത്ത് വാ നീ രക്ഷിക്കപ്പെടും. ഈ കെട്ടിടത്തിനകത്ത് കൊണ്ടുവന്ന് രക്ഷിക്കപ്പെടുത്തണ്ട, റോഡ് സൈഡിലുണ്ട്. നമ്മൾ നാളെ ഇറങ്ങി 6 ദിവസം നിങ്ങളൊക്കെ ജോലിക്ക് പോകുന്നില്ലേ, അവിടെയൊക്കെയാണ് ദൈവം ചിലരെ വെച്ചിരിക്കുന്നത്. അവരെ പോയി തൊടാൻ പാസ്റ്റർക്ക് പറ്റത്തില്ല, അവരെ പോയി ഒരു സുവിശേഷകനും സന്ധിക്കത്തില്ല. പക്ഷേ നിങ്ങളെ ദൈവം നിങ്ങളുടെ കയ്യിൽ, അവരെ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. നിങ്ങൾ വേണം അവിടെ സാക്ഷികളായിരിക്കാൻ. എത്രയൊക്കെ ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായി പ്രിയപ്പെട്ടവർ? അപ്പോൾ ഹൗസ് ഓഫ് പ്രെയർ ഫോർ ഓൾ നേഷൻസ് ആണ് ദൈവത്തിൻ്റെ ആലയം, സകല ജാതികൾക്കുമുള്ള ആലയം. ശരി, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഡിറ്റർമൈൻ യുവർ ഒബ്ജക്റ്റീവ്സ്. എന്ത് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് എന്ത് കാണണം, ഈ പട്ടണത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചു, വൈ ഡസ് ദ ചർച്ച് എക്സിസ്റ്റ്? അല്ലേ, ഒരു സഭ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ സഭ എന്താണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ ഞങ്ങൾക്ക് വലിയ ഹോൾ തരണം. ഏതാണ്ട് ഇന്ന് കണ്ടോ പിള്ളേരെല്ലാം ഇറക്കി അടുത്ത ഹോളിൽ വിട്ടു, എന്തൊരു കഷ്ടമാണ്. ആ പിള്ളേർ വലിയ കാര്യമായിട്ട് ഇവിടെ വന്നിരുന്നതാണ്. ഇപ്പോൾ അവിടെ പോയിരുന്ന് പതുങ്ങളുടെ മോന്ത കാണണമായിരുന്നു. ഞാൻ ചെന്ന് പിള്ളേരുടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്, മക്കളെ ക്ഷമിച്ചേര്, ഇന്ന് ദിവസത്തേക്ക് ക്ഷമിച്ചേര്, സാരമില്ല. പക്ഷേ ഇനിയിപ്പോൾ എത്ര ആളിങ്ങനെ അവരോട് പറയുമെന്ന് ആലോചിക്കുന്നത്. കാര്യം എല്ലാ ആഴ്ച അങ്ങോട്ടും സ്ഥിരം വിടേണ്ടി വരുമെന്ന് തോന്നും. അവരെ മാത്രമല്ല, ലേറ്റായിട്ട് വരുന്നവരെ അപ്പുറത്തോട്ട് വിടേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതുകൂടെയാണ് പറയുന്നത്, സമയത്തൊക്കെ വന്നാൽ കൊള്ളാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പുറത്ത് വിടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, വാട്ട് യു വോണ്ട് ടു സീ, നിങ്ങൾ ആക്കിയിരിക്കുന്ന ദൈവം ആക്കിയിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾക്ക് എന്ത് നടന്ന് കാണണം, ദൈവം എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നിങ്ങൾ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, കർത്താവേ 2025 തീരുന്നതിനകം കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, അവർ രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുന്ന, വേണമെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞവർക്കായിട്ട് സ്തോത്രം. അപ്പോൾ എൻ്റെ ചോദ്യം, ബാക്കിയുള്ളവരുടെ കാര്യം എന്താ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാം രക്ഷിക്കപ്പെട്ടോ? അതെന്താ? ഉണ്ടെന്ന് 1-2 പേരേ പറഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എങ്ങനെയെങ്കിലും എനിക്ക് പാട്ടും പാടി സിയോനിൽ പോകണം, അത്രയേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങളെപ്പോലെ സ്വാർത്ഥർ വേറെയില്ല. യു ആർ ദ മോസ്റ്റ് സെൽഫിഷ് പേഴ്സൺ ഓൺ പ്ലാനറ്റ് എർത്ത്. വൈ? യു ഗോട്ട് സേവ്ഡ് ആൻഡ് സംഹൗ യു വോണ്ട് ടു ഗോ ടു ഹെവൻ, അത്രയേ ഉള്ളൂ. വേറെ ആരും രക്ഷിക്കപ്പെടണ്ട. പണ്ട് എൻ്റെ സ്നേഹിതൻ സാജു മാത്യു പറയുന്നൊരു കഥയുണ്ട്. ഒരു മനുഷ്യൻ രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ബസ്സിന് കൈ കാണിക്കുക. വരുന്ന ബസ്സെല്ലാം ഇങ്ങനെ നിർത്തുന്ന പോലെ വരും, അങ്ങ് പോകും. കുറേ നേരം ബസ്സിൻ്റെ കൂടെ ഓടും, കിട്ടത്തില്ല. നേരം ഇരുട്ടി, ഇനിയിപ്പം ലാസ്റ്റ് ബസ് സമയമായി. അപ്പോഴുണ്ടാ ഒരു സൂപ്പർ ഫാസ്റ്റ്, അയാളുടെ സ്റ്റോപ്പല്ല, അയാൾ എന്ത് ചെയ്തു, ചവിട്ടി നിർത്തി ഇയാളെ കയറ്റി.
ഓ സന്തോഷം, കയറിയിരുന്ന് ടിക്കറ്റ് എടുത്ത് സീറ്റിലിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറൊരാൾ കട കാണിച്ചു, ഇയാൾ കൊണ്ട് ചവിട്ടി, അയാളെയും കയറ്റി. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ വേറൊരു കുടുംബം കൈ കാണിച്ചു, അവിടെയും നിർത്തി. അവിടെ ബാക്കി ഇരുന്നവിടെ അശരീരി, സൂപ്പർ ഫാസ്റ്റ് ആണെന്നാണ് പേര്, പക്ഷേ കാളവണ്ടി പോലാണ് പോകുന്നത്. ഇയാൾ കയറി, ഇയാൾ ടിക്കറ്റ് എടുത്ത് സീറ്റും കിട്ടി. ഇനിയിപ്പോൾ എങ്ങും വണ്ടി നിർത്തരുത്, ഇനി നേരെ ഇവിടം വിട്ടാൽ ഇനി അവിടെ നിർത്താവും. ഈ ഒരു ആറ്റിറ്റ്യൂഡല്ലേ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ട നമുക്കും. ഇതുപോലെ സർവ്വ വണ്ടിക്കും കൈ കാണിച്ചു, സർവ്വ നേർച്ച കാഴ്ചകളും കഴിച്ചു, സകലയിടത്തും പോയി ധ്യാനം കൂടി, സകലതും ചെയ്തു. അവസാനം ഈ പറഞ്ഞ പോലെ നല്ല ശമരിയക്കാരൻ അതുവഴി വന്ന് നമ്മളെ രക്ഷിച്ചു, അതായിരുന്നു യേശു ക്രിസ്തു. പക്ഷേ രക്ഷിക്കപ്പെട്ട അകത്തായി കഴിയുമ്പം പിന്നെ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടരുത്. പിന്നെ എവിടെ പോകണം? സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. ഞായറാഴ്ച ഈ പാട്ടൊക്കെ പാടുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ മാത്രമേ സിയോൻ നഗരി പോകാവൂ, വേറെ ആരെയും ഞാൻ കൊണ്ടുപോകത്തില്ല. രക്ഷിക്കപ്പെടാത്ത അമ്മായിമ്മ വീട്ടിലുണ്ട്, അവർ ഒരു കാരണവശാലും വരരുത്. അല്ലേ? നിങ്ങളുടെ കൂടെ നാളെ ജോലി ചെയ്യുന്നവർ അവർ വരണ്ടേ? നിങ്ങളുടെ അയൽക്കാർ വരണ്ടേ? അല്ലേ? രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവട്ടെ, അയാളും വരണ്ടേ? ചിലപ്പം മക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം. അപ്പം നോക്കിയേ, ഡോണ്ട് ബി ദ സെൽഫിഷ് പേഴ്സൺ യു ആർ. അല്ലേ? സ്വാർത്ഥത നമുക്ക് പറ്റത്തില്ല പ്രിയപ്പെട്ടവർ. ഞാൻ ആ സന്തോഷം അനുഭവിക്കുന്നതിനാണെങ്കിൽ അയ്യോ എൻ്റെ കൂടപ്പിറപ്പുകളും ആ സന്തോഷം, എനിക്ക് വേണ്ടപ്പെട്ടവരും എൻ്റെ സ്നേഹിതരും ആ സന്തോഷം അനുഭവിക്കണം. ഞാൻ ചോദിച്ചിട്ടെ, എവിടെയെങ്കിലും ഒരു പറഞ്ഞ പോലെ ഒരു 10 രൂപ കുറച്ച് കിട്ടുന്നെങ്കിൽ നിങ്ങൾ എല്ലാം വാട്സാപ്പ് എടുത്തിട്ട് ഇന്നടുത്ത് പോ, അവിടെ കണ്ട സഹായ വിലയ്ക്ക് കൊടുക്കുന്നു. നോക്കണേ, ലോകത്തെ ഒരു അഴിഞ്ഞു പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇത്രയും പരസ്യം കൊടുത്ത് നിങ്ങളിത് അഡ്വർടൈസ് ചെയ്യുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും എത്രയോ വിലയുള്ളതാ ആത്മാവിൻ്റെ വില. ആത്മാവിൻ്റെ വില, രക്ഷിക്കപ്പെടുവാൻ, അല്ലേ? സൗജന്യമായി രക്ഷ തരുന്ന ഒരു രക്ഷകനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. പകരം നമുക്ക് പണ്ടൊക്കെയാണ് റേഷൻ കടയിൽ പാമോയിൽ വരുമ്പം അറിഞ്ഞാ പാമോയിൽ വന്ന്, അല്ലെങ്കിൽ പഞ്ചസാര വന്ന്. പണ്ട് എൻ്റെയൊക്കെ കൊച്ചുനാൾ ഇതൊക്കെയായിരുന്നു വലിയ സംഭവം. മണ്ണെണ്ണ വന്നു, അയ്യോ റേഷൻ കടയിൽ മണ്ണെണ്ണയ്ക്ക് വേണ്ടി പാട്ട എടുത്തുകൊണ്ട് ഓടിയോ കാലങ്ങൾ. നിങ്ങളൊക്കെ നല്ല ആൾക്കാർ, നിങ്ങൾ മണ്ണെണ്ണ എന്ന് കേട്ടപ്പോൾ അതെന്തോന്ന് എണ്ണ എന്നോലെയാണ് നിങ്ങളിപ്പോൾ എന്നെ നോക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിലൊക്കെ മണ്ണെണ്ണയ്ക്കും പഞ്ചസാരയ്ക്കും പാം ഓയിലിനും റേഷൻ തുണിക്കും ഒക്കെ പോയി ക്യൂ ഒക്കെ നിന്നിട്ടുണ്ട്. അപ്പം പഞ്ചസാര വന്ന ആ തെരുവിലെല്ലായിടും ഓടി കിടന്ന് പറയുന്നത് പഞ്ചസാര വന്നു, ഇപ്പം ചെന്നാൽ കിട്ടും, ഇപ്പം ചെന്നാൽ കിട്ടും. എടാ, 1 കിലോ പഞ്ചസാരയ്ക്ക് ഇത്രയും പരസ്യം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ യേശുവിനെ പറ്റി പറയാൻ എന്താ ഇത്ര മടി? ഞാൻ ഞാൻ തമാശയൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതിനകത്ത് എൻ്റെ ഹൃദയം കൂടെ തട്ടിയാണ് ഞാൻ പറയുന്നത്. യേശുവിനെ എന്താ നമ്മൾ പറയാത്തത്? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനെ പറഞ്ഞിട്ടുണ്ടോ? പറയുമ്പോൾ ചില കഥയും കൂടെ പറഞ്ഞു വിടാം. ഒരിക്കൽ ഒരു ബൈക്കിൽ 2 ചെത്ത് പയ്യന്മാർ പോയി. പക്ഷെ ചെത്ത് പയ്യന്മാരായിരുന്നെങ്കിൽ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് അവൻ സഭയിൽ വന്ന് കൊയറിൽ പാട്ടൊക്കെ പാടുന്നതായിരുന്നു. അവൻ നല്ലതായിട്ട് ജീവിക്കുന്നവനായിരുന്നു. പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ ചെത്തായിരുന്നു, അവൻ്റെ പുറകെ ഒരിക്കൽ കയറിപ്പോയി. അവൻ ഒരു പോക്ക് പോയി, 2 ചെന്ന് ഇടിച്ച് 2 കാലിയായി. പക്ഷെ പ്രശ്നം, ആദ്യം ഈ പറഞ്ഞ പോലെ ഈ ഓടിച്ച പയ്യനെ അറിയാമല്ലോ, അവനാണ് ആദ്യം ചത്തത്. അവൻ നേരെ അങ്ങ് മേളിച്ചെന്നപ്പം പത്രോസ് ചോദിച്ച്, എന്താ? അല്ല ഞാൻ ഇതെവിടെ ഇത്? ഇങ്ങ് വാ. പുസ്തകങ്ങൾ മറിച്ചു. എന്താ പേര് എല്ലാം നോക്കി, പേരില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ വലിയ തീക്കുണ്ടോ, വല്ലാത്ത സ്ഥലം. അയ്യോ എനിക്കവിടെ പോണ്ട. അയ്യോ അങ്ങോട്ട് പോയിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴത്തേക്കൊണ്ടാ അടുത്തൊരുത്തം വന്ന് ലാൻഡ് ചെയ്തു. അവനൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവൻ മരിച്ചേ. അതാ നമ്മുടെ പയ്യൻ, ഇവിടെ കൊയറി പാടുന്ന ആ പയ്യൻ. അവനും വന്നപ്പോഴത്തേക്കും പത്രോസ് പറഞ്ഞ്, വാ പേരെന്താ? മറിച്ചു, പേര് നോക്കി. ശരി ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞു. ഉടനെ അവൻ പാട്ടും പാടി അങ്ങോട്ട് പോവാ. അപ്പോഴവനിങ്ങനെ വരണ്ട് മറ്റവൻ, എടാ നീ വന്നോ? ഉടനെ അവൻ ഓടി വന്നു, എടാ ഞാനിവിടെ വന്നപ്പം ഇവിടെ എന്തോ ഇയാൾ ബുക്കിൽ നോക്കിയിട്ട് എൻ്റെ പേരില്ല, എന്നെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറയുന്നു. നീ അങ്ങോട്ടാണ് പോന്നേ? ഞാനിങ്ങോട്ട്. അതെവിടാ? അങ്ങോട്ട് നോക്കിയപ്പോൾ നല്ല അറിയാമല്ലോ. ഉടനെ അവൻ വരണ്ടിട്ട് ഇങ്ങോട്ട്, എടാ എനിക്കൂടെ അങ്ങോട്ട് വരാൻ എന്താ ചെയ്യേണ്ടേ? ഉടനെ നമ്മുടെ പാട്ടുപാടുന്ന പയ്യൻ്റെ മുഖം പോയത് കാണണമായിരുന്നു. ഞാൻ പറഞ്ഞ അത് ഈ പുസ്തകത്തിൽ പേര് കാണണമായിരുന്നു. ആ പുസ്തകത്തിൽ പേര് കാണാൻ എന്ത് ചെയ്യണമായിരുന്നു? അത് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ
രക്ഷകനായിട്ടും കർത്താവായിട്ടൊക്കെ സ്വീകരിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച് അങ്ങനെ നീ അങ്ങനെ ആയിരുന്നോ? ഇനി എന്തോ ചെയ്യണം ഞാൻ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം പത്രോസ്, മെനക്കെടുത്താൽ അങ്ങോട്ട് പോ, എനിക്ക് വേറെ ജോലിയുണ്ട്, നീ ഇങ്ങോട്ട് പോടാ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, പോ. അപ്പോൾ അങ്ങോട്ട് കയറാൻ പോവാ. ഉടനെ അവൻ ദയനീയമായിട്ട് അവന് പിടി കിട്ടി, രക്ഷയില്ല, ഇങ്ങോട്ട് തന്നെ പോകണം. അവൻ ഉള്ളു പൊട്ടി അവനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ്, എടാ തിരുവനന്തപുരം ഭാഷ, എടാ മച്ചാ, നമ്മൾ ഒരു ബൈക്കിലല്ലടാ മരിക്കുമ്പം പോലും പോയത്, നമ്മൾ സ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ചതല്ലേ, നമ്മൾ എവിടൊക്കെ പോയി, എന്നിട്ട് നീ ഇങ്ങനൊരു കാര്യം നീ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ലല്ലടാ. നീയും എടുക്കാനായിട്ട് രക്ഷിക്കപ്പെട്ടതേ, നീ സ്വർഗത്തിൽ പോയി, എന്നോട് നീ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഭൂമിയിൽ എത്ര വട്ടം ഒന്നിച്ചുണ്ടായിരുന്നു, നീ എന്താടാ എന്നോട് പറയാത്തത്? ഇപ്പം ഞാൻ നാട്ടെ എന്നേക്കും നരകത്തിൽ പോകുമ്പോൾ നീയും എടുക്കാനായിട്ട് സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പത്രോസ് അങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് വർത്താനം പറയും പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അകത്തുനിന്ന് രണ്ടുപേരും വന്ന് അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ടങ്ങ് പോയി. ഇത് ഞങ്ങൾ പണ്ട് ചെയ്യുന്നൊരു സ്കിറ്റായിരുന്നു. ഇനി ആ സ്കിറ്റിനകത്തൊരു സന്ദേശം ഉണ്ടോ ഇല്ലയോ? നിങ്ങളവിടെ ചെന്ന് പുസ്തകത്തിൽ പേര് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറകെ ക്യൂവിൽ പലരും നിങ്ങളുടെ പേര് വിളിക്കും, ഹലോ ലീലാമേ, ഞാൻ. നിങ്ങൾ ആ ക്യൂ നിൽക്കുമ്പം ആരും കാണാതെ പെട്ടെന്നങ്ങ് അപ്പുറത്തോട്ട് കയറാനുള്ളൊരു തിരക്കായിരിക്കും. പക്ഷെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളോട് ഇതേ ചോദ്യം ചോദിച്ചാൽ, നമ്മളൊരു ബ്രാഞ്ചിലല്ലേ ജോലി ചെയ്തത്, നമ്മളൊരു ഓഫീസിലല്ലേ, നമ്മളൊരു ടീമിലല്ലായിരുന്നു ടെക്നോ പാർക്കിൽ, നമ്മളൊരു വാർഡിലല്ലേ ജോലി ചെയ്തത്, നമ്മൾ അപ്പുറമല്ലേ താമസിച്ചത്, എന്നിട്ട് എന്നോട് എന്താ ഒന്ന് പറയാത്ത എന്ന് രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ സ്നേഹിതർ അവിടെ വെച്ചെങ്ങാണോ ചോദിച്ചാൽ നിങ്ങളുടെ ആ മോഹം എങ്ങനെയായിരിക്കും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കാണിച്ചു തരാമോ? ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരാമോ? അന്ന് അങ്ങനെ ഒരു മോഹം ഉണ്ടാവാതിരിക്കാനാണ് ഇന്ന് ദൈവം നമ്മളോടൊന്ന് പറയുന്നത്. ലെറ്റ്സ് ബി കെയർഫുൾ, ലെറ്റ്സ് ബി വിറ്റ്നസ്സസ്. സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരാനാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടിയിട്ട് നിങ്ങളെൻ്റെ സാക്ഷികളാവും. അപ്പോൾ അഭിഷേകം എന്തിനാന്ന് ചോദിച്ചാൽ ആദ്യം സാക്ഷിയാകാനാണ്. ഇവിടെ ഇരിക്കുന്ന അഭിഷേകം പ്രാപിച്ചവർ ഓർത്തോണം, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷി അല്ലെങ്കിൽ യേശുവിൻ്റെ സാക്ഷിയാകുന്നുണ്ട്. ഈ ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചോളൂ പ്രിയപ്പെട്ടവരെ. അപ്പം ഈ 2025 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ രക്ഷ എനിക്ക് കാണണം എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളൊന്ന് ഗൗരവമായിട്ട് ആ കാര്യം ഒന്ന് എടുക്കുക. പക്ഷേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, ചില നടപടികൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ എടുക്കേണ്ടി വരും അല്ലേ? ചിലപ്പോൾ ചില സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, എൻ്റെ പിതാവ് പത്തനാപുരത്താണ് എൻ്റെ പിതാവിൻ്റെ സ്ഥലം. അപ്പം രക്ഷിക്കപ്പെട്ടു. അന്ന് രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസിൽ പോയി. അന്നൊക്കെ കാലത്ത് അറിയാമല്ലോ, പെന്തിക്കോസായിട്ട് ഒത്തിരി ഇല്ല പത്തനാപുരത്ത്. പക്ഷേ രക്ഷിക്കപ്പെട്ട് താൻ കർത്താവിൻ്റെ വേലയ്ക്കും സമർപ്പിച്ചിറങ്ങി. അന്ന് തൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ നേരെ കൂടപ്പുറപ്പല്ല, കസിൻ, അദ്ദേഹത്തിൻ്റെ കല്യാണം നടക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം ഒന്ന് മർത്തോമപ്പള്ളിയിലാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അനിയനാണല്ലോ. അനിയൻ ഓടി കിടന്ന് കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. പന്തലിടാനും ഭക്ഷണം ഒരുക്കാനും ആൾക്കാരെ പോയി വിളിക്കാനും എല്ലാം ചെയ്ത് ഫ്രണ്ടിൽ നിന്നെല്ലാം ചെയ്തു. രാവിലെ കല്യാണ ദിവസം മണവാളം ചെറുക്കൻ ചെന്ന് കുളിച്ചു വന്ന് തുണി മാറി നേരെ പള്ളിയിലോട്ട് കല്യാണത്തിന് പോവുക. അപ്പോൾ എല്ലാവരും വന്ന് തന്നെ കൂട്ടമായിട്ട് പള്ളിയിലോട്ട് പോവുക. പക്ഷെ പള്ളിയിലോട്ട് പോയപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ പിതാവ് ആ പള്ളിയിലോട്ട് കയറിയില്ല. താൻ ആ പള്ളിയിൽ ആ കല്യാണത്തിന്, ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് പോയില്ല. അപ്പം ഈ വരൻ മണവാളിനിങ്ങനെ അവനെന്ത് നോക്കിയപ്പോൾ അനിയനില്ല. അനിയൻ എന്ന് പറഞ്ഞാൽ ഈ അനിയനെല്ലാം ചെയ്തത്, പക്ഷേ അനിയനവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, എടാ അവനെ എൻ്റെ കൂടെ ആറ്റി കുളിക്കാൻ വന്ന് രാവിലെ എന്നെ ഒരുക്കി വിട്ടു, പക്ഷേ പള്ളിയിലോട്ട് അവൻ കയറിയില്ലല്ലോ. അവൻ അത്രയ്ക്ക് അവൻ്റെ വിശ്വാസമോ. പക്ഷെ എന്തു പറ്റിയെന്നറിയാമോ? ഈ പറഞ്ഞ ചേട്ടൻ അന്നോട്ട് ചിന്തിച്ചു, എടാ അവൻ്റെ വിശ്വാസം അത്രയ്ക്കാണെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ. ഈ പറഞ്ഞ ആ ജ്യേഷ്ഠൻ അദ്ദേഹം പിന്നെ IPCയിൽ ഒരു വളരെ സീനിയർ പാസ്റ്ററായിരുന്നു, ഇന്ന് സന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം തന്നെ എന്നോട് കഥ പറഞ്ഞ, എടാ നിൻ്റെ അപ്പൻ അന്ന് എൻ്റെ കല്യാണത്തിന് പള്ളി കയറാതെ വെളിയിൽ നിന്നത് അതെന്നെ ചിന്തിപ്പിച്ചു. അന്നോട്ട് ഞാൻ ചിന്തിച്ചു, കൃപയാൽ ആ വർഷം തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ വേലയിലായി.
ഇന്ന് പത്തനാപുരത്ത് ശാലേം IPCയിലെ പാസ്റ്റർ EC ജോർജ് എന്ന് പറയുന്നതാണ് ആ ദേവദാസൻ. അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ കസിനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, മോനെ, നിൻ്റെ അപ്പൻ്റെ അന്നത്തെ ആ ഒരു വേർപാട് കാണിച്ചത് എന്നെ ചിന്തിപ്പിച്ചു. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, നമുക്ക് ഒരു വേർപാടും ഇല്ല. അതിന് വാക്യമുണ്ട്, വേർപാടിനെ നടിച്ചുവർ യേശു ഇടിച്ചു കളഞ്ഞു. അത് ഇനി എനിക്ക് ഒരു വേർപാടും വേണ്ട. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഉഷ്ണവാനാണോ? അല്ല. ശീതവാനാണോ? ഒരിക്കലല്ല. പിന്നെന്താ? സംവെയർ ഇൻ ബിറ്റ്വീൻ. ഇതാണ് പ്രശ്നം. ഇന്ന് ഈ പൊത്തുവരുത്ത ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇന്നത്തെ സുവിശേഷത്തിന് ഒരു സാക്ഷ്യമില്ലാതെ പോയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കുക. എവിടെയെങ്കിലും നമുക്കൊരു സ്റ്റാൻഡ് എടുക്കണം. വേറൊന്നുമല്ല, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ലോകക്കാരല്ല. നമ്മൾ നേരത്തെ പാടിയതുപോലെ നമുക്കൊരു വിണ്ണുലോകം പോകേണ്ടവരാണ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ഇവിടെ അല്ല പ്രിയപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഒരു കിങ്ഡം കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷെ ഇന്നത്തെ പ്രശ്നം, വേൾഡിനൊരു കൾച്ചറുണ്ട് അല്ലേ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലോകം നോക്കുമ്പം അവരും നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ എവിടെ നിന്നാണ് കാട് കയറി പോയത്? കഥ പറഞ്ഞപ്പോഴാണ്. ശരി, തിരിച്ചു വരാം. അപ്പം സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമുണ്ട്, ചിലർ രക്ഷിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം കഴിയുന്നതിനകത്ത് വെച്ച് ചിലരുടെ രക്ഷ എനിക്ക് കാണണമപ്പാ എന്ന് നിങ്ങളൊന്ന് ഉത്സാഹിച്ച് ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. 3, നമ്മൾ ചിന്തിക്കേണ്ടത്, ആത്മീയ പോരാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് എൻ്റെ ചുറ്റുമുള്ളത്? 2, എൻ്റെ ഒരു എൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? 3, വാട്ട് ആർ മൈ ചലഞ്ചസ്? ഞാൻ ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ, ഈ ആത്മീയ ചിലരെ രക്ഷയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ചില പടികൾ അങ്ങോട്ട് വയ്ക്കാൻ പോകുമ്പം എനിക്ക് മുമ്പിൽ ചില വെല്ലുവിളികളുണ്ട്. അത് ഓർത്തോണം, എളുപ്പമല്ല. ഞാനത് പറയുമ്പം നിങ്ങളിത് കേട്ടപ്പോൾ തോന്നി അങ്ങനെയാണ് ഞാൻ ഇന്നോട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. അല്ല, നിരുത്സാഹപ്പെടുത്താൻ പറയല്ല. നമ്മളെന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ശ്രമിക്കുമ്പം ചലഞ്ചസ്, വെല്ലുവിളികൾ നമുക്ക് ഒരുപാടുണ്ടാവും. ഇനി വെല്ലുവിളികളില്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ ആവശ്യമില്ല. വെല്ലുവിളിയേ ഇല്ലല്ലോ, പിന്നെന്തിനാണ് പോരാടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്പിരിച്വൽ വാർഫെയറിന് ഒന്നാമത്തെ കാരണം തന്നെ യു ഹാവ് ചലഞ്ചസ് ടു ഓവർകം. അങ്ങനെയെങ്കിൽ ആ ചലഞ്ചസിന് തീർച്ചയായിട്ടും ഒരു പോരാടി തന്നെ അത് നമ്മൾ ജയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇവിടെയാണ് നിങ്ങളിപ്പം എന്താണ്, വാട്ട് ആർ യുവർ ചലഞ്ചസ്? നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ ഇന്നലെ. എന്താണ്? സ്കൂൾ 10ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പ് സ്കൂൾ അടയ്ക്കുമ്പം, അതായത് 10ാം ക്ലാസ് കൊണ്ട് തീരുകയാണല്ലോ സ്കൂൾ, പിന്നെ കോളേജാണ് പണ്ട് ഞങ്ങളുടെ കാലത്ത്. അവസാന ദിവസം സ്കൂളിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കലാപരിപാടി ആർക്കെങ്കിലും പറയാം? ഞാൻ ഈ പട്ടം സെൻറ്റ് മേരീസിലാണ് പഠിച്ചത്. ഓക്കെ, 1 തൊട്ട് 10 വരെ ഈ പാവപ്പെട്ട സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അന്ന് സ്കൂളിൻ്റെ അവസാന ദിവസം ഒരു കലാപരിപാടിയുണ്ട്. എന്താണ്? വെള്ള ഉടുപ്പാണ് യൂണിഫോം ഇട്ടിരിക്കുന്നത്. അന്ന് മഷി ഒഴിക്കുന്ന പേനയാണ്. അപ്പോൾ അന്ന് അവസാനത്തെ പരീക്ഷയ്ക്ക് പേന നിറച്ചു കൊണ്ടുവരും മഷി. എന്നിട്ട് എന്താണ്? ആകെ കൂടിയുള്ള കലാപരിപാടി മഷിയോടയും. കണ്ടോ? നമ്മുടെയൊക്കെ ബാല്യത്തിലെ ഏറ്റവും വലിയൊരു കലാപരിപാടി എന്താണ്? നമ്മുടെ ആ കൂടിയുള്ളൊരു സന്തോഷം ഒരുത്തൻ്റെ വെള്ള ഉടുപ്പിലൊരു മഷി കുടച്ച്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത്? താമരശ്ശേരിയിൽ ഒരു പയ്യനെ മറ്റ് പയ്യന്മാരങ്ങ് തല്ലിക്കൊന്നു. സിമ്പിൾ, തല്ലിക്കൊന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ എന്ത് ചെയ്തു? 27 വെട്ടുവെട്ടി ആരെ കൊന്നു? 2 ദിവസം മുമ്പ് ഒരു പാവം സഹോദരി 2 നല്ല നല്ല മാലാഹമാൽ പോലിരിക്കുന്ന 2 കൊച്ചു പെൺകുട്ടികളെയും കൊണ്ട് 3 പേരെയും കൊണ്ട് പിടിച്ചു വെച്ച് റെയിൽ പാളത്തിൽ പോയെങ്ങിരുന്നു. ട്രെയിൻ ചീറിപ്പാഞ്ഞു വന്ന് 3 പേരെ ഇടിച്ച് തെറിപ്പിച്ചു പോയി. ആ ലോക്കോ പൈലറ്റ് പറഞ്ഞത് കേട്ടോ, ഞാൻ നിലവിളിച്ച് കരഞ്ഞു പോയി. കാര്യം എൻ്റെ കൺമുമ്പിലാണ് 3 പേര് വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പാളത്തിയിരിക്കുന്നു, മരിക്കാൻ. ചെതറിപ്പോയി 3 ശരീരങ്ങളും. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് പ്രശ്നം? നമ്മുടെ ഈ പട്ടണത്തിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, നമ്മുടെ ഈ പട്ടണത്തിൽ തല്ലിക്കൊല്ലുന്നു, നമ്മുടെ ഈ പട്ടണത്തിൽ മയക്കുമരുന്ന്. ഇന്നലെ ഒരു നേതാവ് പറഞ്ഞ കേട്ടല്ലോ, സ്വിഗ്ഗി ഓർഡർ ചെയ്തപ്പോൾ എത്ര സമയം എടുക്കും വരാൻ? പറഞ്ഞേ, നിങ്ങളൊക്കെ എന്നെ നോക്കുന്നുണ്ട്. സ്വിഗ്ഗിയോ? അതെന്തോ സാധനം? ഞായറാഴ്ച രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് സ്വിഗ്ഗി വരുത്തി കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അത് റെസ്റ്റോറൻറ്റ് ദൂരത്തിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ 25 മിനിറ്റ്, ചില കൂടിപ്പോയാൽ 45 മിനിറ്റൊക്കെ എടുത്ത് ദൂരെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്താൽ അത്രയും സമയം എടുക്കും. പക്ഷേ ആ നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ മനോരമ വായിച്ചു നോക്ക്.
തിരുവനന്തപുരം പട്ടണത്തിൽ 20 മിനിറ്റിനുള്ളിൽ ഡ്രഗ്സ് ഓർഡർ ചെയ്താൽ കിട്ടിയിരിക്കും. എങ്ങനെയുണ്ട്? അങ്ങനെയുള്ള ചെയിൻ, അങ്ങനെയുള്ള ചില ശൃംഖലകളുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, 20 മിനിറ്റിനകത്ത് മയക്കുമരുന്ന് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. എങ്ങനെയുണ്ട് ആക്സസ്? ഇത് തിരുവനന്തപുരം പട്ടണത്തിലെ കാര്യമാണ്. സ്വിഗ്ഗി കിട്ടുന്നതിനെക്കാട്ടിലും മുമ്പ് മയക്കുമരുന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് എന്ത് എളുപ്പമായി! ഈ ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടും ദൈവസഭയ്ക്ക് ഒരനക്കവും ഇല്ല. നമുക്ക് പാട്ടും പാടി സിയോനിൽ പോകണം, അത്രയേ ഉള്ളൂ. ഇവിടെ ചെറുപ്പക്കാർ നശിക്കട്ടെ, ഇവിടെ കുടുംബങ്ങൾ തകരട്ടെ, ഇവിടെ ആര് വേണേലും ആത്മഹത്യ ചെയ്യട്ടെ, ഇവിടെ ആര് വേണം തല്ലിക്കൊല്ലട്ടെ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. 4 ദിവസം മുമ്പല്ലേ പ്രിയപ്പെട്ടവരെ 23 വയസ്സുള്ളൊരു പയ്യൻ ഒരു ചുറ്റിക എടുത്ത് 5 പേരെ തലക്കടിച്ചു കൊന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം 6ാമത് കൊല്ലാൻ ശ്രമിച്ച അവൻ്റെ അമ്മ ജീവനോട് ഇരിപ്പുണ്ടിപ്പോഴും. നമുക്ക് എന്തുകൊണ്ടല്ലേ അതിനെ പറയാം, അതിൻ്റെ പിന്നിൽ പോയി നമുക്ക് എന്തുകൊണ്ടെങ്കിലും കാരണം കണ്ടുപിടിക്കാം. പത്രക്കാരെല്ലാം എൻ്റെ പുറകെ നടന്നിപ്പോൾ ഭയങ്കര അന്വേഷണമാണ്, ഇതെന്താണിത്. ഞാൻ പറയട്ടെ, പത്രക്കാർ പറയുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ എന്താണ് ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ഒരു ദുഷ്ടാത്മാവുണ്ട്. അതിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ആ ദുഷ്ടാത്മസേനയോടാണ് നമ്മുടെ പോരാട്ടം. ആ പോരാടുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് ഗവൺമെൻറ്റും അല്ല, അത് മറ്റൊന്നുമല്ല. ആ പോരാടേണ്ടത് ദൈവസഭയാണ്. എത്ര പേര് അനരാമയെ പറയും? ഇവിടെ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഈ മയക്കുമരുന്നും കൂടുന്നുവെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ സർക്കാരല്ല, കോടതിയല്ല, പോലീസല്ല, മറ്റൊന്നുമല്ല, ദൈവസഭയാണ്. എത്ര പേര് ആമയും പറയും? ഇതാണ് പ്രിയപ്പെട്ടവരെ കുറേ നാളായിട്ട് ഈ സഭയിൽ ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ദാണ്ടെ ലോകത്തോട് വിളിച്ചു പറയുക. ഇവിടെ നിന്നോട് ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് പറയുന്നതെങ്കിലും എനിക്കറിയാം അനേക കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. പലർക്കും അത് കിട്ടുന്നുണ്ട്. അവരെന്നോട് പലരും വിളിച്ച് പറയുന്നുണ്ട്, ശരിക്കും ഞങ്ങളോടാണ് സംസാരിച്ചത്, ശരിക്കും ഞങ്ങളത് ഏറ്റെടുക്കുന്നു, ഞങ്ങൾക്ക് ഭയമാവുന്നു. ഈ പട്ടണത്തിൽ കാവൽക്കാരായി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം നമ്മോട് ചോദിക്കും, കാവൽക്കാരാ, നീ നിൻ്റെ ദൗത്യം നീ നിർവഹിച്ചുവോ? നീ ഒരു ആപത്ത് വരുന്നെന്ന് കണ്ടിട്ട് ആപത്തിന് മുമ്പേ നീ ഒരു മുന്നറിയിപ്പ് കൊടുത്തുവോ? പണ്ടൊരിക്കൊരു വലിയ ട്രെയിൻ അപകടം ഒരു ലെവൽ ക്രോസിലുണ്ടായി. ഒത്തിരി പേര് മരിച്ചു. ആ ലെവൽ ക്രോസിലൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഡ്യൂട്ടിയിൽ. അപ്പോൾ അദ്ദേഹം ഈ അപകടം നേരത്തെ കണ്ടിട്ട് ചുമന്ന വിളക്കെടുത്ത് വീശി ആ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിനെ അറിയിച്ച് ട്രെയിൻ നിർത്തിയിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. അവസാനം അതിൻ്റെ വിചാരണ കേസിൻ്റെ നടന്നു. അവസാനം ഇയാളുടെ വിചാരണ വന്നു. ഇയാളാണ് പ്രധാനപ്പെട്ട സാക്ഷി. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ജഡ്ജി ചോദിച്ചു, താനായിരുന്നു ഒന്ന് ഡ്യൂട്ടിയിൽ? അതെ. എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് വന്നു? എത്ര മണിക്കാണ് സംഭവം? ശരി. നീ ഇത് അപകടം കണ്ടോ? അല്ല, നേരത്തെ കണ്ടു. മനസ്സിലായി. നീ എന്ത് ചെയ്തു ട്രെയിൻ നിർത്താൻ? ഞാൻ വിളക്ക് കാണിച്ചു. വിളക്ക് എവിടെ എടുത്ത് കാണിച്ചു? ഞാൻ വിളക്കെടുത്ത്. എങ്ങനെ കാണിച്ചു? എല്ലാം കാണിച്ചു. അപ്പം തിരിച്ചും മറിച്ചും ഒക്കെ അവനെ ചോദ്യം ചെയ്തു. അപ്പം ഞാൻ വിളക്കെടുത്ത് കാണിച്ചു. പക്ഷേ അതിൻ്റെ സാക്ഷികളൊന്നും വേറെ ഇല്ല. കാരണം ഈ ട്രെയിൻ ഇടിച്ച് എല്ലാവരും മരിച്ചുപോയി. അവസാനം അവനെ കൂട്ടിയിൽ നിന്ന് ഇറക്കി വിട്ട്, ശരി, നിൻ്റെ വിചാരണ കഴിഞ്ഞു, പോ. അവന് തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൻ ആ കൂട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം അവനിങ്ങനെ തന്നോട് തന്നെ പറഞ്ഞു, ഭാഗ്യം, വിളക്ക് കത്തിച്ചിട്ടാണോ വീശിയെന്ന് ചോദിക്കാത്ത ഭാഗ്യം. അതിൻ്റെ അർത്ഥം ഇവൻ വെപ്രാളപ്പെട്ട് ചാടി എഴുന്നേറ്റ് കിട്ടിയ വിളക്കെടുത്ത് വീശി. വിളക്കിനകത്ത് എന്തില്ലായിരുന്നു? കത്തുന്ന വിളക്കല്ല. ഇന്ന് സഭ എണ്ണയില്ലാത്ത തീ കത്താത്ത വിളക്കുകളെടുത്താണ് നമ്മളിങ്ങനെ വീശി കാണിക്കുന്നത്. ഇത് വീശി കാണിച്ചിട്ട് ഒരു അപകടവും ഒഴിവാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എണ്ണയില്ലാത്ത പ്രസംഗങ്ങളാണ്. നമ്മളീ പറയുന്ന വലിയ വാചകത്തിനകത്തങ്ങ് തീയില്ല പ്രിയപ്പെട്ടവരെ. കാര്യം ഈ വിളക്ക്, ആ ചുമന്ന വിളക്ക് ദൂരെ നിന്ന് ആ ട്രെയിൻ ഡ്രൈവർ കണ്ടിരുന്നെങ്കിൽ അയാൾ നിർത്തിയേനെ. ഇന്നും എത്രയോ പേര് നിത്യ നരകം, നാശം ഒഴിഞ്ഞു പോയേനെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ വാണിംഗ് ലാമ്പ് ഒന്ന് വീശി കാണിച്ചിരുന്നെങ്കിൽ ചിലരെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് നമ്മൾ ആ വിളക്ക് വീശാത്ത കാരണം, നമ്മൾ വീശുന്നുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഈ വീശുന്നുണ്ടെന്ന് കാര്യം ചുമ്മാ നമ്മൾ പ്ലാക്കാർഡും പിടിച്ച് ജംഗ്ഷനിൽ പോയി നിൽക്കുക, ജീസസ് സേവ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പോസ്റ്റർ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയി നിന്നാലൊന്നും കാര്യമില്ല. ക്ഷമിക്കണം, ഒരു മൈക്കും പിടിച്ചുകൊണ്ട് ഞാൻ പരസ്യവും നടത്താമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇട്ടിട്ട് അതൊന്നും അല്ല കാര്യം.
ശരിക്കും ഇവിടെ എണ്ണയും വേണം, എൻ്റെ ജീവിതം കത്തുകയും വേണം. അങ്ങനെയെങ്കിൽ എനിക്ക് ചിലരെയെങ്കിലും, വിരഞ്ഞോടുക നാം, ചിലരെയെങ്കിലും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയണമെങ്കിൽ എന്തു ചെയ്യണം? ആ പാട്ട് ഏതാ? അലസത അരുതിനിയും അലംഭാവവും അപകടമേ എന്നൊരു പഴയ പാട്ടുണ്ട്. ആ പാട്ടിനകത്തൊരു വരിയാണെന്ന് തോന്നുന്നത്. വിരഞ്ഞോടുക നാം, ചിലരെയെങ്കിലും നരകാഗ്നിയിൽ നിന്നുയർത്താൻ. ചിലരെയെങ്കിലും നരകത്തിൻ്റെ തീയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ, അല്ലേ? വിറവ് ഉള്ളി പോലെ അടുപ്പിനകത്ത് വെച്ച് എരിഞ്ഞുകൊണ്ടിരിക്കും, ഓടിച്ചെന്നാൽ വിറവിനെ വലിച്ചിരിക്കും, തീയിന്ന് വലിച്ചിട്ടാൽ അത്രയും നമുക്ക് രക്ഷപ്പെടുത്താം. ഇതുപോലെ ചിലരെ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചു പുറത്തിടാൻ ദൈവം ഈ അന്ത്യകാലത്ത് ദൈവം നമ്മളെയാ വെച്ചിരിക്കുന്നത്, ദൈവസഭയാ വെച്ചിരിക്കുന്നത്, വേറെ ആരെയുമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഈ സംസാരിച്ച് തുടങ്ങിയ ശേഷം ഈ അരമണിക്കൂറിനകത്ത് ഈ കേരളത്തിൽ എത്ര പേര് മരിച്ചു കാണും? ഒരു പക്ഷേ ആലോചിച്ച് നോക്കിയേ, എത്ര പേര് ഈ പറഞ്ഞ അപകടത്തിൽ മരിച്ചു കാണും, എത്ര പേര് ജീവൻ അവസാനിപ്പിച്ച് കാണും, എത്ര ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും നമുക്കെന്തെങ്കിലും ഇതൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? തോന്നുന്നില്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് സംവെയർ. എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വാട്ട് ആർ ദി ചലഞ്ചസ്? എന്തുകൊണ്ട്? വൈ people are in bondage? Why this much violence? Why this much poverty? Why this much apathy to the gospel? എന്തുകൊണ്ട് സൂസൈഡ് പറഞ്ഞാലൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇനി നമ്മൾ ഈ പറഞ്ഞ ചലഞ്ചസ് ചിലത് ഓബ്വിയസ് ആയിരിക്കും, നമുക്കറിയാം ഇതാണെന്ന്. പക്ഷെ ചിലത് നോൺ ഓബ്വിയസ് എന്ന് പറയും. ചിലത് നമുക്ക് അങ്ങനെ ഊഹിക്കാനോ കണ്ടുപിടിക്കാനോ പറ്റത്തില്ല, പക്ഷെ ദൈവം കാണിച്ചു തരും. അതിലേക്ക് ഞാൻ അടുത്ത് വരാം. ഈ പറഞ്ഞ വെല്ലുവിളികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പട്ടണത്തിൽ നടക്കുന്ന ഈ പ്രയാസങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ്, മൂല കാരണം എന്താണ്? അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, വാട്ട് ആർ ദ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ദി എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസ് ദാറ്റ് വി വോണ്ട് ടു സീ ദ ചേഞ്ച്? നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കുന്ന പുറമേയുള്ള ഈ മാനിഫെസ്റ്റേഷൻസാണ് നമ്മൾ കാണുന്നത്, അല്ലേ? പുറത്തിത് കാണിക്കുമ്പോഴാണ് നമ്മൾ ഒരുത്തനെ കുത്തിക്കൊന്നു, അപ്പോൾ നമ്മൾ കണ്ടു, അയ്യോ അവൻ കുത്തിക്കൊന്നു. പക്ഷേ എന്തുകൊണ്ട് അവനൊരു ചുറ്റി എടുത്തുകൊണ്ട് ബൈക്കിൽ പോയി ഒന്നൊന്നായിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞ് വീഴ്ത്തി? ചിലർ പറഞ്ഞു ചില ഇറങ്ങിയ സിനിമയാണെന്ന്. ആയിരിക്കാം, സിനിമയൊക്കെ അതിന് ഈ പറഞ്ഞ പോലെ ആഡിങ് ഫ്യൂവൽ എന്ന് പറഞ്ഞ പോലെ ഇന്ധനം ഒഴിച്ചു കൊടുത്തന്നേ ഉള്ളൂ. പക്ഷേ അത് ഫ്യൂവൽ അല്ല, സിനിമയല്ല വിഷയം, അല്ലേ? സിനിമയ്ക്ക് പുറകിൽ എന്തുണ്ട്? ഒരു 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 സ്പിരിറ്റുണ്ട്, ഒരു റൂട്ട് കോസ് ഉണ്ട്. ഈവൻ ചിറ്റിയെടുത്ത് ഒരാളെ തലക്കടിച്ച് കൊല്ലണമെങ്കിൽ ആ മാനിഫെസ്റ്റ് ചെയ്തതാണ് നമ്മൾ കണ്ടത്, അതാണ് വാർത്ത വന്നത്. പക്ഷെ അവൻ എന്തുകൊണ്ട് ആ ചുറ്റികമായിട്ട് ഇറങ്ങി? ശ്രദ്ധിച്ചോ? അതാണ് അവൻ്റെ ഇൻവേർഡ്, അവൻ്റെ അകത്ത് എന്താണ് അവനെ പ്രേരിപ്പിച്ചത്. പെട്ടെന്ന് പിശാചെന്ന് പറയാൻ വരട്ടെ, പക്ഷേ പിശാചെന്ന് പറയുന്നതിന് ഒരു മുമ്പ് അതിനിടയ്ക്കൊരു സ്റ്റേജുണ്ട്. അവൻ്റെ ഉള്ളിലുള്ള ചില വൈരാഗ്യമായിരിക്കാം, അതാണ് നമ്മൾ പെട്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള കോപമായിരിക്കാം. പക്ഷെ ചിലപ്പോഴെങ്കിലും എന്താണെന്നറിയാമോ? അവന് സ്നേഹം കിട്ടിയിട്ടില്ല, അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഈ ക്രിമിനൽസിനെ, ലോകമെമ്പാടുമുള്ള ക്രിമിനൽസുമായിട്ട് ഡീൽ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ കറക്ഷണൽ ഫോഴ്സസ്, ജയില് അങ്ങനെയുള്ളിടത്തൊക്കെ ഈ കൗൺസിലിങ്ങിനും മറ്റും പോകുമ്പം അവിടെ ഏറ്റവും കൂടുതൽ വലിയ ക്രിമിനൽസ് എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്ന പലരോടും അവരുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ പിന്നോട്ട് പഠിക്കുമ്പം അവരുടെ എല്ലാം പ്രശ്നം, അവരുടെ വീട്ടിൽ their fathers were absent. ഇവൻ വളർന്നു വരുന്ന സമയത്ത് ഇവനൊരു അപ്പനെ വേണമായിരുന്നു വീട്ടിൽ, പക്ഷെ അപ്പനൊന്നില്ലായിരുന്നു. അന്ന് അപ്പം പട്ടാളത്തിൽ പോവും, അല്ലേ? പിന്നെയാണ് നമ്മുടെ കേരളത്തിൽ പണ്ട് അപ്പന്മാർ ഗൾഫിൽ പോവും, എന്നാലും വർഷത്തിൽ ഒരിക്കൽ വരുമായിരുന്നു. പിന്നെ പോട്ടെ, അതൊന്നുമല്ല വിഷയം. അപ്പൻ വീട്ടിൽ ഉണ്ട് പേരിന്, പക്ഷേ അപ്പൻ്റെ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാത്ത അപ്പന്മാർ. ഇതാണ് ഏറ്റവും വലിയ അപകടം. അപ്പം ഗൾഫിൽ പോയിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വീട്ടിൽ അപ്പൻ എന്നൊരാൾ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് വേണ്ടി തിരിഞ്ഞു നോക്കല്ലേ, ഞങ്ങൾ കണ്ടുപിടിക്കുക ആരാണ് ഈ പാർട്ടിയെന്ന്. ഞാനത് പറയുമ്പോൾ കണ്ടാ ചിലർ കുത്തുന്നു, കണ്ടാ ഭാഷ തുറന്ന കേട്ടാ കേള്. ദൈവമേ, ഇത്ര പരസ്യമായിട്ട് കുത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ വീട്ടിലൊരു അപ്പൻ തടി പോലെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൻ നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിർവഹിച്ചില്ല എങ്കിൽ ഉറപ്പാണ് മക്കളുടെ ഉള്ളിൽ അത് കിടക്കും. അവർക്ക് ഈ വാക്യൂം, എവിടെയോ ഒരു സ്നേഹം കിട്ടാത്തൊരു വാക്യൂമുണ്ട്, ഒരു അപ്പൻ്റെ ഒരു അതോറിറ്റി, അപ്പൻ്റെ ഒരു ഇത്. ഇനി അമ്മമാരുടെ കാര്യത്തിലും ഉണ്ട് പ്രിയപ്പെട്ട, ഞാൻ അതിലേക്കും വരാൻ വേണമെങ്കിൽ, അല്ലേ? തീർച്ചയായിട്ടും മാതാപിതാക്കൾ, നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരവാദിത്വം വളരെയാണ്. ഇനി ചില സഹോദരിമാരെ എനിക്കറിയാം, ഇവിടെ തന്നെ എനിക്കറിയാം,
അപ്പൻ വീട്ടിൽ ഇല്ല, അപ്പൻ്റെ റോളും കൂടെ ചേർന്ന് ചെയ്യേണ്ട അമ്മമാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ദൈവം അതിൻ്റെ കൃപ തരും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കർത്താവിനെ അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അതിൻ്റെ കൃപ തരും. അല്ലേ, വീട്ടിൽ അപ്പനില്ല, അല്ലെങ്കിൽ വിധവയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ മദറായിരിക്കും, പക്ഷേ ദൈവം നിങ്ങൾക്ക് കൃപ തരും. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വളരുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ കുടുംബത്തിലാണെങ്കിൽ ദൈവ കുടുംബത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ. ആ കുഞ്ഞിന് വീട്ടിൽ അപ്പനില്ലായിരിക്കും, പക്ഷേ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് ഒരു ഫാദർ ഫിഗറായിട്ട് അനേകർ നിൽക്കണം പ്രിയപ്പെട്ടവർ. ഒരു പക്ഷേ ആ കുഞ്ഞിന് അമ്മയില്ലായിരിക്കും, പക്ഷേ ഒരു അമ്മയുടെ സ്ഥാനത്ത് ആ സ്നേഹം കൊടുക്കാൻ അനേകർ ദൈവസഭയിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇന്നത്തെ പ്രശ്നം, ഇന്ന് ആർക്കും സമയമില്ല. കാര്യം അവരവരുടെ മക്കളെ നോക്കാൻ തന്നെ സമയമില്ല, പിന്നല്ലേ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ നോക്കാൻ. പക്ഷേ ഒരു ഓർഫൻസിനെ പോലെ ജീവിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം അവിടെയൊക്കെയാണ് ശരിക്കും ഈ പുറത്തുള്ള മാനിഫെസ്റ്റേഷൻ കാണിക്കാൻ അകത്തൊരു ഇൻറ്റേർണൽ പ്രോബ്ലമുണ്ട്. അതെന്താണ്? ഒരു ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി. അതാണ് ഒത്തിരി പേരുടെ പ്രശ്നം. കുട്ടികളുടെ പ്രശ്നം, ഈ ചെറുപ്പക്കാരിൽ ഒരുപാട് പേരുടെ പ്രശ്നം ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റിയാണ്, അല്ലേ? അപ്പം ഇവിടെ അവരുടെ റൂട്ട് കോസ്, മൂല കാരണം കണ്ടുപിടിച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ ചോദിക്കണം, നമ്മളിപ്പോൾ പറയുന്ന ആത്മീയ പോരാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ളൊരു ആത്മാവേതാ? എല്ലാത്തിലും നിങ്ങൾ ഈ പൂതക്കണ്ണാടിയും കൊണ്ട് ഇനി ആത്മാവിനെ പിടിക്കാൻ നടക്കരുത്. പക്ഷേ ഒരു സത്യമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക ഒരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഈ പിശാചി ഇളക്കി വിടുന്ന മനുഷ്യരെയാണ്. ഈ കൊലപാതകം പോയി ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു സാഹചര്യമാണെന്നും പറയാം, അല്ലെങ്കിൽ തൻ്റെ ഒരു ജീവിതത്തിലൊരു പ്രശ്നമാണെന്നും പറയാം. പക്ഷേ അതിൻ്റെയും പുറകിൽ ആരാ? പിശാചി തന്നെയാണ്, അല്ലേ? അപ്പം അവിടെയാണ് ഈ പിശാചുക്കൾ ഏതൊക്കെയാണ്. അവിടെയാണ് നിങ്ങൾ വീണ്ടും ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ലിസണിങ് പ്രെയർ എന്നൊരു സംഗതിയുണ്ട്. നമ്മളെല്ലാവരും ഈ വാ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വാ കൊണ്ട് അങ്ങോട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ഈ ചെവി രണ്ടും ഒന്ന് നല്ലോണം തുറന്നു വെച്ചേക്കണം. കാര്യം നമ്മൾ ഈ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദൈവം ചിലത് ഇങ്ങോട്ട് പറയും, അത് കേൾക്കണം. അത് ശരിക്ക് കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് പാതി ജോലി എളുപ്പമായി. കാര്യം നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം ചില ക്ലൂ നമ്മുടെ ചെവിയിൽ തരും. നമ്മുടെ അന്തരാത്മാവിൽ പറയും, മോനെ നീ കാണുന്നത് അവൻ ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്, അല്ലെങ്കിൽ അപ്പനും മക്കളും കൂടെ വീട്ടിൽ ഭയങ്കര ബഹളം, ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവർക്ക് തമ്മിൽ സമാധാനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവാത്മാവ് ചെവി പറയും, സമാധാനം കൊടുക്കാം, പക്ഷെ അതിനു മുമ്പ് ഇതാണ് അവിടുത്തെ പ്രശ്നം, നീ കാണുന്നതല്ല പ്രശ്നം, വേറെയാണ് പ്രശ്നം എന്ന് ചിലപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തരും. എത്ര പേര് അത് വിശ്വസിക്കുന്നു? അതാണ് ലിസണിങ് പ്രെയറിൻ്റെ ഒരു ഗുണം, അല്ലേ? അപ്പോൾ അവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് പറയുന്നതിൻ്റെ കൂടെ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനും കൂടെ നിൽക്കണം. നിങ്ങൾ ദൈവത്തോട് പറ, ലോർഡ് ഐ ഡോണ്ട് നോ വാട്ട്സ് റോങ് വിത്ത് ദാറ്റ് ഫാമിലി. പുറമെ കാണുമ്പോൾ അവർ നന്നായിരിക്കുന്നു, ഈ പയ്യനോട് ഞാൻ സംസാരിച്ചു, ഒരു കുഴപ്പമില്ല, തങ്കപ്പെട്ട പയ്യൻ, പക്ഷെ എന്തിനാണ് അവനിങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? ദൈവത്തോട് ചോദിക്കുക, ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ കൂടെ തന്നെ ഇതിന് പിന്നിലുള്ള ബന്ധനം, അല്ലെങ്കിൽ പിശാച്, അല്ലെങ്കിൽ പോരാട്ടം, ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടുമ്പം അവിടെ നിങ്ങൾ അടുത്ത് ചോദിക്കേണ്ടത്, ഈ കുടുംബത്തെ ഇങ്ങനെ പിടിച്ച് കെട്ടിവയ്ക്കാൻ, ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്താൻ ഈ പിശാചുക്കൾക്ക് ആരധികാരം കൊടുത്തു? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു വാക്കും കൂടെ പറയട്ടെ. വാട്ട് ഡു ഡീമൻസ് ഡു? ദേ ബ്ലൈൻഡ് ഓർ ബൈൻഡ്. രണ്ട് വാക്ക് പറഞ്ഞു, ശ്രദ്ധിച്ച്. എന്താണ് ബ്ലൈൻഡ്? അതായത് സുവിശേഷത്തിൻ്റെ പ്രകാശം ഹൃദയങ്ങളിൽ പ്രകാശിക്കാതെ വണ്ണം അവരുടെ ഹൃദയ കണ്ണുകളെ കുരുടാക്കി. നിങ്ങൾ എത്രയോ സുവിശേഷം പറഞ്ഞു പോകുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്തു നോക്കുന്നു, നിങ്ങളിനി വിളിച്ചുകൊണ്ട് പോകാൻ വേറെ ഒന്നും സ്ഥലം ബാക്കിയില്ല, ഇനി കേൾപ്പിക്കാത്ത പ്രസംഗവുമില്ല, അല്ലേ? എവിടെ എന്ത് പ്രസംഗം കിട്ടിയാലും നിങ്ങൾ നേരെ യൂട്യൂബ് എടുത്ത് തള്ളി കൊടുക്കുന്നത് എങ്ങോട്ടാ? മനുഷ്യരുന്ന് കേള്, ഇത് കേട്ടിട്ടെങ്കിലും നന്നാവും. അങ്ങനെ കേട്ടിട്ടൊന്നും ആരും നന്നാവത്തില്ല. ഇതെന്താ എൻ്റെ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ഹൃദയ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുക. അതാരാ? ഒരാൾ, ഈ ലോകത്തിൻ്റെ പ്രഭു. അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? എന്ത് കണ്ടാലും ഇയാൾ കാണത്തില്ല, ഹീസ് ബ്ലൈൻഡ്. അപ്പോൾ ഹി ഹാസ് ബ്ലൈൻഡഡ്, കണ്ണ് കുരുടാക്കിയിരിക്കുന്നത്. രണ്ട്, ഹി ഹാസ് ബൈൻഡ്, അല്ലെ ബൗണ്ട്. എന്താണ്? കെട്ടി വെച്ചിരിക്കുക, അല്ലേ? ഈ കെട്ടി വെച്ചിരിക്കുന്ന ആളെ ആദ്യം ചെയ്യണത് കെട്ടഴിച്ചു വിടണം, അല്ലേ? അത് തന്നെയാണ്. അപ്പോൾ ആത്മീയമായിട്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരാൾ, ഒരു കുടുംബം, ഒരു സമൂഹം, അവിടെ എല്ലാം ചെന്ന് ആത്മീയമായിട്ട് പോരാടി ആ കെട്ടിനെ അഴിക്കണം, ആത്മീയമായിട്ട് പോരാടി ആ കണ്ണ് തുറന്നു കിട്ടണം പ്രിയപ്പെട്ടവരെ. ഇതാണ് ചെയ്യേണ്ടത്.
അല്ലേ? അവിടെ സുവിശേഷം പറയാത്തത് മാത്രമല്ല പ്രശ്നം, അവിടെ ട്രാക്റ്റ് കൊടുക്കാത്തതല്ല, അവരെ വിളിച്ചുകൊണ്ടൊരു മീറ്റിങ്ങിന് പോകാത്തതല്ല വിഷയം. അതൊക്കെ ചെയ്യാം. പക്ഷേ ആത്യന്തികമായിട്ട് അതിൻ്റെയൊക്കെ പിന്നിലൊരു ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയോടാണ് നമുക്ക് പോരാട്ടം. ശരി, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൗ ഡിഡ് ദീസ് ഡീമോണിക് പവേഴ്സ് ഗെറ്റ് ദെയർ അതോറിറ്റി, ഓർ ഫ്രം whom did they get the power to bind and to blind? ഇത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ചില കുടുംബങ്ങളെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നു? എന്തുകൊണ്ട് ചിലരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്നു? അങ്ങനെ ചെയ്യാൻ ഈ പിശാചിന് ആരധികാരം കൊടുത്തു? ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഡീമൻസ് ഡോണ്ട് ഹാവ് എനി പവർ അൺലെസ് യു ഗിവ് ദം. എന്താണ്? പിശാചിന് സ്വതവേ ഒരു ശക്തിയും ഇല്ല, അധികാരവും ഇല്ല, നിങ്ങൾ കൊടുക്കുന്നത് ഒഴികെ. കാര്യം മനസ്സിലായോ? പിശാചിന് സ്വതവേ അധികാരം നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ദൈവപൈതലാണെങ്കിൽ. പക്ഷേ നിങ്ങൾ അധികാരം കൊടുത്താൽ അവൻ കയറി വരും. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ കൊടുത്ത ഇടത്തിലാണ് അവൻ കയറിയിരിക്കുന്നത്. നമ്മൾ കൊടുത്ത അധികാരം വെച്ചിട്ടാണ് നമ്മൾക്കെതിരെ അവൻ പ്രവർത്തിക്കുന്നത്. നല്ലവണ്ണം ഓർക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ എടുത്ത് 2-3 ആഴ്ച നമ്മൾ പഠിച്ചു, കൊടുത്ത ഇടം നമ്മൾ തിരിച്ചു പിടിച്ചേ പറ്റൂ, അല്ലേ? വി ഹാവ് ടു റീഗെയിൻ, അല്ലേ? നമ്മൾ ആ കൊടുത്ത ഗ്രൗണ്ട് നമ്മൾ തിരിച്ചെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ കുടിൽ കെട്ടി അവൻ കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു ഞായറാഴ്ച കോടതി ഇല്ലാത്ത ദിവസം എന്ത് ചെയ്യും? തലേന്ന് രാത്രി പെട്രോമാക്സ് കൊണ്ടുവന്ന് കുഴിച്ച് കോൺക്രീറ്റ് ഇട്ട് കെട്ടി അവന് നല്ല സ്ട്രക്ചറാക്കും. ഈ പുറമ്പോക്കൊക്കെ കെട്ടിയെടുക്കുന്നവരെ കണ്ടുണ്ടല്ലേ? ഇതുപോലെ അവൻ ആദ്യം ഒരു കമ്പ് കൊണ്ട് കുത്തും, ഒരു നാട്ടും, പിന്നെ പതുക്കെ എന്ത് ചെയ്യും? അവനവിടെ ഇരുന്നിരുന്ന് അവനതങ്ങ് പോക്കുവരുത്ത് നടത്തി അങ്ങ് എടുക്കും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അവനൊരു കാതിൽ തുറന്നു കൊടുത്താൽ അതുവഴി അവൻ കയറി നമ്മളെ പിടിച്ച് മുറുക്കി വയ്ക്കും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവരാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഈ സ്ട്രോങ് മാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇത് ആദ്യം പറഞ്ഞത് യേശു തന്നെയാണ്, അല്ലേ? ബലവാൻ. അങ്ങനെയെങ്കിൽ ഓർക്കണം, ഒരു പട്ടണത്തിൻ്റെ മേലൊരു ബലവാനുണ്ട്, ശരിയല്ലേ? ഒരു സമൂഹത്തിൻ്റെ മേലൊരു ബലവാനുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, തിരുവനന്തപുരത്ത് 100 വാർഡുണ്ടെങ്കിൽ ആ 100 വാർഡിൻ്റെ മേളിലും ചിലരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? കാര്യം നമ്മളൊരു വാക്ക് ശ്രദ്ധിച്ചു, സേറ്റനിക് ഫോഴ്സസ് ദേ ഹാവ് എ വെരി സ്ട്രക്ചേർഡ് ആർമി. വളരെ സ്ട്രക്ചേർഡാണ്. നമ്മളെ സംബന്ധിച്ചോ ദൈവസഭ സ്ട്രക്ചേർഡാണോ? ഒട്ടുമല്ല. പക്ഷേ നമ്മൾ വളരെ ലൂസാണ്. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ വളരെ സ്ട്രക്ചേർഡാണ്. അവൻ ഓരോരുത്തരുടെ മേലും, ഓരോ ദേശത്തിൻ്റെ മേലും, ഓരോ സമൂഹത്തിൻ്റെ മേലും, എന്തിന് ഓരോ കുടുംബത്തിൻ്റെ മേലും പോലും അവൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ പറയാറുണ്ട്, എന്നെ കാക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. തിരിച്ച് അവനും കൽപ്പിച്ചിട്ടുണ്ട് ചിലരെ, അല്ലേ? വലിയ പോലീസ് ഓഫീസേഴ്സ് വരുമ്പം ഗൺമാനും സെക്യൂരിറ്റിയും മന്ത്രിമാരൊക്കെ വരുന്ന പോലെ ഇപ്പം നമ്മുടെ പേരെ നമ്മുടെ കൂടെ നടക്കുന്ന എല്ലാം ദൂതന്മാരാണെന്ന്. ദൂതന്മാരാണെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്, നിങ്ങളെ സൂക്ഷിക്കും, കാക്കും, സഹായിക്കും, അല്ലേ? സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചിലപ്പോഴെങ്കിലും മറ്റേ പാർട്ടി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം നമ്മുടെ ചില പ്രവൃത്തി കാണുമ്പം കൂടെ മറ്റവനാണോ എന്നൊരു സംശയം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ വളരെ സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കിങ്കരന്മാർ, അവൻ്റെ ശിങ്കടികൾ. പണ്ടെനിക്കൊരു സഭയെ കലക്കം ഉണ്ടാക്കാൻ വേണ്ടി വലിയ പിശാച് ഒരു 4 കുട്ടി പിശാചുകളെ ശട്ടം കെട്ടി പോയി ആ സഭയെ കലക്കം ഉണ്ടാക്കിയിട്ടോളാന്ന് പറഞ്ഞ് ഇവന്മാർ 4 എണ്ണം കൂടെ പോയി കലക്കം ഉണ്ടാക്കാൻ. ഞായറാഴ്ച രാവിലെ 4 കൂടി ഇങ്ങനെ ചാടി പോവുക. എവിടെ പോകണ്ടേ? അവിടെ സഭയെ കലക്കം ഉണ്ടാക്കാൻ പോകും. അവന്മാരെ വിട്ട് കഴിഞ്ഞപ്പം ഈ വലിയ പിശാചിനൊരു സംശയം, കാരണം ഇവന്മാരെ അത്ര വിശ്വസിക്കും, ഇവന്മാർ ചില ഉഴപ്പന്മാർ, ഇവന്മാർ പണി ചെയ്യുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ഇയാൾ പുറകെ ഒന്ന് പതുക്കെ പമ്മിപ്പോയി. ചെന്നപ്പോൾ ഇവന്മാർ സഭയുടെ മതിലേ കയറി 4 എണ്ണം ഇരുന്നിട്ട് ഉറങ്ങുന്നു. ഇയാൾക്ക് ദേഷ്യം വന്നിങ്ങോട്ട് ഒറ്റ ചവിട്ടും പറയുന്നിട്ട്, ഇതിനാടാ ഞാൻ ഇങ്ങോട്ട് വിട്ടേ, സഭയിൽ പോയി കലക്കം ഉണ്ടാക്കാനിടെ പറഞ്ഞ്. ഇവിടെ അമ്മ എന്തിനാ ഞങ്ങളെ പറയുന്നത്? ഓൾറെഡി അവിടെ നിന്നുണ്ടാ ഭയങ്കര അടിയാകത്ത്. അത് ഞങ്ങളിങ്ങനെ വരുന്നതിന് മുമ്പേ അവിടെ നോക്കണേ, എല്ലാ പ്രശ്നത്തിനും നമ്മൾ കുറ്റം പറയുന്ന ആരെയാ? പാവം പിശാച് ഇങ്ങനെ എത്തുന്നതിന് മുമ്പേ ഇവിടെ ആടി തുടങ്ങിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പം പിശാചിന് പോലും ജോലി നമ്മൾ എളുപ്പമാക്കി കൊടുക്കുക.
പിശാച് വെളിയിൽ വന്ന് മതിലിരുന്ന് ഉറങ്ങിയാലും നമുക്ക് പ്രശ്നമില്ല. കാര്യം അകത്തിഷ്ടം പോലെ അടി ഉണ്ട്. ഇതൊക്കെ തമാശയായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ ഇതിനകത്തൊക്കെ കുറേ സത്യം ഇല്ലയോ എന്ന് നമുക്കൊരു സംശയമുണ്ട്, അല്ലേ? പിശാചിന് സത്യം പറയുമ്പോൾ ജോലി കുറവാണ്. കാര്യം എന്താ? നമ്മൾ അവൻ്റെ പണിയും കൂടെ ഏറ്റെടുത്തിരിക്കുക. ഈ അന്ത്യകാലത്ത് നമുക്കത് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. പിശാചിനോട് നമ്മൾ എതിർത്ത് നിന്നേ പറ്റൂ. നമ്മളവനെ പുറത്താക്കിയേ പറ്റൂ. അവൻ്റെ സ്കീംസ്, ഡു നോട്ട് ബി അൺഅവെയർ ഓഫ് ഹിസ് സ്കീംസ്. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പം ഈ പറഞ്ഞ സ്ട്രോങ് മാൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് വരാം അതിലേക്ക്. അടുത്തത്, ഒരു പട്ടണത്തെ പറ്റിയോ ഒരു ദേശത്തെ പറ്റിയോ ഒരു സമൂഹത്തെ പറ്റിയോ പഠിക്കുമ്പം ദർ ഇസ് സംതിങ് ടു ഡു വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ദം. അവരുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറയുന്നില്ല. ഇപ്പം ഈ നമ്മുടെ തിരുവനന്തപുരം പണ്ട് ഇതെന്ത് നാട്ടുരാജ്യമായിരുന്നു? തിരുവിതാംകൂർ. ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു. അവരെന്ത് ചെയ്തു? അവരുടെ ഒരു ഡേറ്റി, അവരുടെ ഒരു ആരാധനാമൂർത്തിക്ക് സമർപ്പിച്ചു. അത് അവർ ഇൻ ഗുഡ് സെൻസ് അല്ലേ, ഇൻ ഗുഡ് ഫെയ്ത്ത് അവരത് ചെയ്തു. പക്ഷേ ഒന്നോർക്കണം, അവരത് ചെയ്യട്ടെ. അവർ ഈ നാട്ടുരാജ്യത്തെ അടിമ വെച്ചു എന്ന് പറയാം, അല്ലേ? പക്ഷേ അടിമ വെച്ചെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചോളം ഈ പട്ടണത്തിന് ദൈവം നമ്മളെ കാവൽക്കാരാക്കിയാൽ നമുക്കറിയാം നമ്മൾ അതിൻ്റെ കീഴിൽ, ആ ഒരു ജൂറിസ്ഡിക്ഷൻ്റെ കീഴിലല്ല നമ്മൾ. കാര്യം നമ്മുടെ സ്പിരിച്വൽ അതോറിറ്റി വേറെയാണ്, അല്ലേ? നമ്മൾ ആ ഒരു അന്ധകാരത്തിലായിരുന്നു. അതിൽ നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ ആ വെളിച്ചത്തിൽ വേണം നടക്കാൻ. പക്ഷെ ഓർക്കണം, നമ്മൾ വെളിച്ചത്തിൽ വന്നു, പക്ഷെ ബാക്കി ജനം ഇരുട്ടത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് വെളിച്ചത്തിൻ്റെ ജോലി ചെയ്യണം, അല്ലേ? നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ, വെളിച്ചം ഇല്ലെങ്കിൽ ഇരുട്ടാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇന്നെടുത്തിട്ട് ചവിട്ടുന്നതിന് കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോൾട്ടിനെസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലേവർ പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവമക്കളെ ഇതുപോലെ പുച്ഛിക്കുന്ന സഭകളെ ഇതുമാത്രം അവഹേളിച്ച് കളിയാക്കാൻ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ ട്രോളുകൾ കണ്ടാൽ മാത്രം മതിയല്ലോ, അല്ലേ? നമ്മളായിട്ട് ചവിട്ടി ഇങ്ങനെ മെതിക്കുക. കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എന്ത് പോയി? ഉപ്പിൻ്റെ കാരം പോയി. കാരം പോയാൽ പിന്നിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇന്ന് സഭയുടെ കാരം പോയിരിക്കുന്നു, അല്ലേ? ഉപ്പ് സത്യം പറഞ്ഞ ഒരു സമൂഹത്തെ പ്രിസർവ് ചെയ്യുന്നതാണ്, അല്ലേ? ഉപ്പ് ഒരർത്ഥത്തിൽ ഒരു ഹീലിംഗ് ഏജൻ്റാണ്. ഉപ്പ് വേറെ സോൾട്ട് എന്താണ്? നമുക്ക് ഫ്ലേവർ തരുന്നത്, നല്ലൊരു രുചി തരുന്നത്. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് മാത്രം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആ ഒരു ഫീലിംഗ് ആണ്, ഓ ആ ഒരാൾ ഞങ്ങളുടെ ഓഫീസിലുള്ളതുകൊണ്ട്, ആ ഒരാൾ ഞങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്നതാണ്, ഞങ്ങൾക്ക് തന്നെ എന്തൊരു ആശ്വാസമാണെന്നറിയാം. അവർ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്, അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ കോളനിയിൽ ഈ പറഞ്ഞ വലിയ പ്രശ്നമില്ല, വലിയ സമാധാനമാണ് എന്ന് നിങ്ങളെപ്പറ്റി സാക്ഷ്യം പറയുമോ? നിങ്ങളുടെ ഓഫീസിൽ കൂടുതലുള്ളവർ വന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് നിങ്ങളുടെ അടുത്ത് വരാറ് ഒരു വട്ടമെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ എ സോൾട്ട്. ഒത്തിരി കഥ പറയണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ വിട്ട് ഓടിപ്പോകാം. തിരുവത്താഴത്തിലേക്ക് നമ്മൾ പോകണം. സോ വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഇനി ഒരു പട്ടണത്തിൻ്റെ കാര്യം മാത്രമല്ല, ചില കുടുംബങ്ങളുടെ ഹിസ്റ്ററി പുറകോട്ടെടുത്തേ. നിങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടു, നല്ല ക്രിസ്തീയ പാരമ്പര്യമൊക്കെ പറയും, പക്ഷേ പുറകോട്ട് ചെല്ലുമ്പം ചില പാറ്റേൺസ് ചില കുടുംബങ്ങളിൽ കാണാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് ഒരു ഡയബറ്റീസാന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട്? അപ്പന് ഉണ്ടായിരുന്ന എത്ര വയസ്സിൽ മരിച്ചു, അല്ലേ? അമ്മ എത്ര വയസ്സിൽ മരിച്ചു? പിന്നെ അപ്പൻ്റെ സഹോദരങ്ങളോ? അപ്പോഴത്തേക്ക് ഡോക്ടർ എന്തുമാത്രമോ ഹിസ്റ്ററി എടുക്കുന്നത്. ഡയബറ്റീസിന് ഇത്രയും ഹിസ്റ്ററി എടുക്കാമെങ്കിൽ സ്പിരിച്വൽ ഹിസ്റ്ററി എന്തുകൊണ്ട് എടുത്തുകൂടാ, അല്ലേ? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വെളിച്ചത്തിൽ വന്നു, സ്തോത്രം. പക്ഷേ ഓർക്കണം, എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർ എന്തുകൊണ്ട് വരുന്നില്ല? അവരെ പിടിച്ചു കിട്ടിയിരിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഐ ഹാവ് ടു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി ഹിസ്റ്ററി. എവിടെയാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നതപ്പാ, അല്ലേ? അതൊന്ന് ദൈവത്തോട് ചോദിക്കുക. ഡോണ്ട് കം വിത്ത് എനി അസംഷൻസ്. ദൈവത്തോട് ചോദിക്കുക, ദൈവം ചില ക്ലൂ തരും, അല്ലേ? അതുകൊണ്ട് ദയവായി ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഈ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കിയേ. എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷേ പറയാൻ ഒത്തിരി പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഓണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ about getting someone saved, first of all you start praying. At the same time പുറകോട്ടൊന്ന് നിങ്ങൾ കണ്ണോടിച്ച് ചിന്തിച്ചേ, നിങ്ങളൊരു ഹിസ്റ്ററി നടത്തിക്കുക, റിസർച്ച് നടത്തിക്കുക. ഗോഡ് വിൽ ഷോ യു സംതിങ്. കാരണം ചില പാറ്റേൺസ് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്തേ പറ്റൂ.
എനിക്കറിയാം 50 വയസ്സിൽ അപ്പൻ മരിച്ചു, അപ്പൂപ്പൻ 52 വയസ്സിൽ മരിച്ചു. പക്ഷേ ഇയാളിപ്പോഴും 82 വയസ്സായിട്ട് ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്താ? കാർഡിയോളജി പ്രകാരം പോണ്ടത് തന്നെയായിരുന്നു 50 വയസ്സ് അടുപ്പിച്ച്, പക്ഷേ പോയില്ല. കാര്യം എന്താ? ആ പാറ്റേൺ എവിടെ വെച്ചോ മുറിച്ചു. അപ്പൻ ദൈവത്തെ അറിഞ്ഞില്ല, അപ്പൂപ്പനും ദൈവത്തെ അറിഞ്ഞില്ല. കൃപയാൽ ഈ കൊച്ചുമകൻ ദൈവത്തെ അറിഞ്ഞു. അതുകൊണ്ട് അവൻ ജീവനോടിരിക്കുന്നു. അപ്പോൾ എവിടെ വെച്ച് ആ പാറ്റേൺ, എവിടെ വെച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടതുപോലെ ഇതുപോലെ പല, ഇതിപ്പോൾ രോഗത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയാം, ആയുസിൻ്റെ കാര്യം, അതല്ലാതെ വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ വരിക. ഈ പിശാച് ചില കള്ളങ്ങൾ, ചില എന്താ പറഞ്ഞാൽ ചില ലൈസ് മാത്രമല്ല, ഈ ചില മെസ്സേജ് ഇങ്ങനെ അയക്കും. വാട്ട് ആർ ദ മീൻസ് ത്രൂ വിച്ച് സൈറ്റൻ സെൻസ് ഹിസ് മെസ്സേജ് അക്രോസ് ടു പീപ്പിൾ. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ തന്നെ വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ സത്യം പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കും ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സത്യം പറയുമ്പോൾ ഇവിടെ പല്ലി ഇങ്ങനെ ചിലച്ചാൽ നിങ്ങളെന്താ പറയും? എന്താണ് പല്ലി ചിലച്ചാൽ എന്താ? പല്ലി ചിലച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സത്യമാവുമോ? ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, വേറെ കല്യാണത്തെ എത്ര മണിക്കാണ്? 11 മണിക്ക് നമ്മൾ തുടങ്ങുമല്ലേ, 11 മണിക്ക്. അപ്പോൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം? പാസ്റ്റർ വരുമോ പ്രാർത്ഥിച്ചു വിടാൻ? ശരി, ഇറക്കാൻ, പ്രാർത്ഥിച്ചിറക്കാൻ. ശരി, ഒരു 10:15 വരുമോ? അല്ല പാസ്റ്റർ 10:15 വേണ്ട, പാസ്റ്റർ 10:30 വന്നാൽ മതി. അതെന്ത് പറ്റി? ബ്യൂട്ടീഷ്യനൊക്കെ വിടണ്ടേ? കാരണം പുള്ളിക്കാരനെ രാഹു എത്ര മണിക്കാണെന്നറിയാം. എത്ര തന്ത്രപൂർവ്വം ചില വീട്ടുകാർ ഇതൊക്കെ പറയുമെന്നറിയാമോ? ഞങ്ങൾക്ക് അനുഭവമുണ്ട്. നല്ല കറ തീർന്ന ബന്ധുക്കോസാരാ, പക്ഷേ രാഹു വിട്ടൊരു കളിയും ഇല്ല. എന്തു പറ്റി? സൈറ്റൻ ഹാസ് വെരി ക്ലവർലി സെൻഡ് എ ലൈ, സെൻഡ് എ മെസ്സേജ്, അല്ലേ, വിച്ച് ഹാസ് കം ആൻഡ് എൻറ്റേർഡ് ഹിയർ. ഇവിടെ കയറി, അല്ലേ, അത് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു കറുത്ത പൂച്ച കുറുക ചാടി. തിരുവനന്തപുരം നമ്മുടെ ഭാഷയിൽ പറയാം എതുപ്പ് ശരിയല്ല, തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ ഇറങ്ങി വരാം. തിരുവനന്തപുരത്ത് മാത്രമുള്ള ചില പദങ്ങളാണ് എതുപ്പ്, അല്ലേ, അറിയാമല്ലേ? നമ്മളെ കൂട്ടുകാലത്ത് ഒത്തിരി ചെയ്തേ. അതെ, ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് പിശാച് പറഞ്ഞ കള്ളത്തനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ കള്ളങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണോ നിങ്ങളൊക്കെ? രാഹു നോക്കുമോ ഇനി ആരെങ്കിലും? ഇനി അടുത്തത്, ഇവിടെയുള്ള കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും പറഞ്ഞ് വീട് വയ്ക്കുമ്പം എന്തോന്ന് മൂല? കന്നി മൂല. കന്നി എന്തിനെങ്കിലും, അതെ, എന്തിനെങ്കിലും മൂലയാവട്ടെ, ആ മൂല നോക്കാതെ വീട് വെച്ചിരുന്ന കൈ പൊക്കിക്കേ. ഈ വീടിന് കല്ലിടാനൊക്കെ ഞങ്ങൾ പാസ്റ്റർമാരെ വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവരെ നമ്മളെ നിയന്ത്രിക്കുന്ന ആരാന്നറിയാം? കൺട്രാക്ക്, പിന്നെ മറ്റേ മേശരി, ഹെഡ് മേശരി, ഹെഡ് കൊത്തനുണ്ടല്ലോ, അയാളാണ്. പാസ്റ്ററെ ആ ചുറ്റിക എടുത്തിട്ട് 3 അടി അടിച്ചേ. ഞാൻ എന്താണ് 3? പിന്നെ ഞാൻ ചിലപ്പോൾ ഞാനും ആദ്യം ചെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും നല്ല നേരം കൊത്തൻ നമ്മുടെ അടുത്ത് 3 അടി അടിക്കാനേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിന്നെ അത് എവിടെയെങ്കിലും ഒപ്പിക്കാം 3 അടി. പക്ഷേ കട്ടാർത്ഥം അവൻ 4 പറഞ്ഞിരുന്നെങ്കിൽ പെട്ടുപോയതിന് 4ാമത്തെ താർക്ക് കൊടുക്കും, അല്ലേ? ഞാൻ കൊച്ചു കാര്യങ്ങൾ പറയും. ഇതുപോലെ എന്ത് കാര്യത്തിനും സൈറ്റൻ ഹാസ് സെൻഡ് സം ലൈസ്. ചില കാര്യങ്ങൾ നമ്മളിത് ഇന്നസെൻ്റായിട്ട് ഇത് നമ്മൾ പാലിക്കുന്നവർ ഇതിനകത്തുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഇനി അതിനകത്ത് അടുത്തൊരു വിഷയം, സം മോണുമെൻറ്റ്സ് ആൻഡ് ഐഡൽസ്. ഒന്ന് ഞാൻ നേരത്തെ ചെയ്യുന്ന റിസർച്ചിൽ പറയുന്നതാണ്. ചില മോണുമെൻറ്റ്സ്, എന്താണ് മോണുമെൻറ്റ്സിൻ്റെ മലയാളം എന്താ? ചില ശില്പങ്ങളല്ല, മോണുമെൻറ്റ്സ്, സ്മാരകങ്ങൾ, ചില സ്മാരകങ്ങൾ. ഓക്കെ, തിരുവനന്തപുരത്ത് ചില സ്മാരകങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? മോണുമെൻറ്റ്സ് ട്രിവാൻഡ്രത്ത് എവിടെയൊക്കെ മോണുമെൻറ്റ്സ് ഉണ്ട് പറഞ്ഞേ? വാർ മെമ്മോറിയൽ എത്ര പേർക്കറിയാം എവിടെയാണെന്ന്? നിങ്ങൾ തന്നെ വാർ മെമ്മോറിയൽ എവിടെയാണ്? പാളയത്ത് ഏതാ? അത് രക്തസാക്ഷി മണ്ഡപം അപ്പുറത്ത്, അതല്ല ഇപ്പുറത്ത് കല്യാൺ സിൽക്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ കൊച്ചു സാധനം വാർ മെമ്മോറിയൽ, അത് വേൾഡ് വാറിൻ്റെ മെമ്മോറിയലാണ്, ഇല്ല. ഇതുപോലെ പല മെമ്മോറിയൽസ് ചിലതൊക്കെ എന്താ പറഞ്ഞ നോൺ ത്രെട്ടനിങ് ആണ്, കുഴപ്പമില്ല. ഒരു യുദ്ധസ്മാരകം, രക്തസാക്ഷി മണ്ഡപം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ചില പട്ടണങ്ങളിലും ചിലയിടത്തൊക്കെ ചില മോണുമെൻറ്റ്സ് ഉണ്ട്, അല്ലേ? അതിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററി പഠിച്ചു പോയാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചില കവനൻസ്,
അല്ലേ? ചില പിശാചുമായിട്ട് ചെയ്ത ചില ഉടമ്പടികൾ, ചിലതെങ്കിലും ചില സാക്രിഫൈസസ്, ചില യാഗങ്ങളും മറ്റുമൊക്കെ. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ അവിടെയൊക്കെ എന്തോ സംതിങ്, ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് പാസ്റ്റ് സിൻസ്. അവിടെ ചെയ്ത പല പാപങ്ങൾ, അതിൻ്റെ ചില സ്മാരകങ്ങളായിരിക്കും. എനിക്ക് ഓൺലൈനായിട്ട് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമെങ്കിൽ എടുക്കാം. ചില കാര്യങ്ങളുണ്ട്, ചില ഹിസ്റ്ററിയിലുള്ള ചില ചരിത്രം, നമ്മൾ തന്നെ മലയാളികൾ പഠിച്ചിരിക്കുന്ന ചില ചരിത്രങ്ങൾ, അത് ഏതെങ്കിലും ആരോ ചെയ്തൊരു പാപം, ആരോ ചെയ്തൊരു ഉടമ്പടി, ആരോ ചെയ്ത ഉടവാൾ വെച്ച് ഞാൻ കീഴടങ്ങുന്നു. എന്താണ്? ഇനിമേലാൽ ഞാനല്ല ഈ നാട് ഭരിക്കുന്നത്, അല്ലേ, ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി ഒരു രാജാവ് ചെയ്തെന്നാ. ശരി, ആ രാജാവ് ചെയ്ത ഉടമ്പടി തെറ്റില്ല. പക്ഷേ ഇന്ന് നമ്മൾ ആ രാജാവിൻ്റെ കീഴിലാണോ? അല്ല, നമ്മൾ രാജാവിൻ്റെ കീഴിലാണ്. ആ ഉടമ്പടി എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ ഒന്നോർക്കണം, ആ ഉടമ്പടി എന്നെ ഉള്ളൂ ബാധിക്കാത്തത്, എനിക്ക് ചുറ്റും അത് ബാധകമാണ്, അല്ലേ? ആ ഉടമ്പടി കീഴിൽ അനേകർ അന്ധകാരത്തിലിരിക്കുന്നു, അനേകരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു, അനേകർ കെട്ടപ്പെട്ടവരായിരിക്കുന്നു. ഇതാ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആത്മീയ പോരാട്ടം കൊണ്ട് മാത്രമേ നമുക്ക് ചിലരെ വിടുവിച്ചെടുക്കാൻ പറ്റൂ. ഇന്നിപ്പോൾ ഞാൻ അറിഞ്ഞു, നമ്മുടെ കഴക്കൂട്ടം ചർച്ചിൽ വരുന്ന ഒരു സഹോദരി, അവരുടെ മകൻ 2 ദിവസം മുമ്പല്ലേ ആത്മഹത്യ ചെയ്തു. എൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തു. സഹോദരി ഇവിടെ ഇരിക്കുന്നു, അമ്മ ഇവിടെ കാണും. എന്തുകൊണ്ട് ഒരു മകൻ ആത്മഹത്യ ചെയ്തു? അപ്പോൾ നിങ്ങൾക്ക് സമാനിക്കാം, അവൻ ഈ സഭയിൽ വരുന്ന വിശ്വാസിയൊന്നും ആയിരുന്നില്ല. അത് പറയാൻ എളുപ്പമാണ്, ഈ സഭയിലുള്ളവർക്ക് അത് പറഞ്ഞു ഒഴിയാം. പക്ഷേ കൂടപ്പുറപ്പിനത് പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട അമ്മയ്ക്കത് പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ആ സഹോദരി കണ്ണീരോടുകൂടി അവിടെ ഇരിക്കുന്നു. മകൻ പോയി, അവൻ്റെ വിധവയായ ഭാര്യ വീട്ടിയിരിക്കുന്നു, ഒരു ആൺകുഞ്ഞ് വളർന്നു വരുന്നു. എന്തുകൊണ്ടാണ് അവൻ പോയി പ്രിയപ്പെട്ടത്? അന്ന് ആ മരണ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സ് ഇത് തന്നെ ചോദിച്ചുകൊണ്ട്, കർത്താവേ, എന്തുകൊണ്ട് അവൻ കയറി വീട്ടിൽ തൂങ്ങി മരിച്ചു? കർത്താവേ, ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളക്കെടുത്ത് വീശി എന്നാണ് പറയുന്നത്, പക്ഷെ വിളക്കിനകത്ത് എണ്ണയോ വിളക്ക് കത്തിയ വിളക്കോ അല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം ഈ വിളക്കില്ലാത്ത വിളക്കുകളെടുത്ത് വീശുന്നത് നിർത്തിയിട്ട് ഈ വിളക്കിനുള്ളിൽ എണ്ണ ഒഴിക്കാം. ആ എണ്ണ ഒന്ന് കത്തട്ടെ, പ്രകാശമായി കത്തട്ടെ. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ വാച്ച്മെൻ, നമ്മളെ കാവൽക്കാരായി ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാർണിങ്സ് അത് വിലയേറിയ മുന്നറിയിപ്പുകളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യുന്ന ചില പ്രാർത്ഥനകൾ അത് കോട്ടകളെ ഇടിക്കുന്ന പ്രാർത്ഥനകളാണ്. നമ്മൾ ചെയ്യുന്ന അടുത്തത് നമ്മൾ ഈ ഇൻഫർമേഷൻ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു പട്ടണത്തെ പറ്റിയോ ഒരു കുടുംബത്തെ പറ്റിയോ ഒരു സമൂഹത്തെ പറ്റിയോ ഒരു ദേശത്തെ പറ്റിയോ കർത്താവ് തന്നാൽ, അടുത്തത് we should ask the Father to give us a prayer strategy. ഈ കർത്താവെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തോട് ചോദിക്കുക. ദൈവം ചില സ്ട്രാറ്റജീസ്, മലയാളം എനിക്കെന്താ ഈ തർജ്ജമ അങ്ങോട്ട് വരാത്ത, പണ്ട് ഞാൻ എല്ലാ വാക്കുകളും കൃത്യമായിട്ട് പറയുന്ന ആളാണെന്നൊരു അഭിമാനം, ഇച്ചിരി അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ദൈവം അന്ന് ഉടച്ചു തരികയാണെന്ന് തോന്നുന്നു. സ്ട്രാറ്റജി, ഓക്കെ ഒരു പ്രെയർ സ്ട്രാറ്റജി ചോദിക്കുക ഉദാഹരണത്തിന്. അപ്പം ദൈവം പറയും, ഓക്കെ ഒരു കാര്യം ചെയ്യും. കാര്യം ബൈബിളിൽ തന്നെ ഒരിക്കലും വലിയ കോട്ട കെട്ടി വെച്ചിരിക്കുക, അല്ലേ? ഈ കോട്ട വലിയ പ്രശ്നം, പെനട്രേറ്റ് ചെയ്തിട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പം ദൈവം ഒരു സ്ട്രാറ്റജി കൊടുത്തു. ഒരു കാര്യം ചെയ്യും, ഒരു 7 ദിവസം ചുറ്റി നടക്കണം, 7-ാം ദിവസം 7 വട്ടം ചുറ്റിയിടും. കയ്യിലെന്ത് വയ്ക്കണം? കുടവും വേറൊന്നും പന്തവും ഒക്കെയുണ്ട്. അത് ദൈവം കൊടുത്ത സ്ട്രാറ്റജി പ്രകാരം അവർ പ്രാർത്ഥിച്ചു, ആ കോട്ട വീണു. ഇതുപോലെ ഇന്ന് പുതിയ നിയമത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില സ്ട്രാറ്റജീസ്, ആരെങ്കിലും പദമൊന്നും എടുത്തിരിക്കും മലയാളത്തിലാക്കി തന്ത്രം. ചേട്ടാ ഇത്ര അടുത്ത് തന്ത്രം എഴുതിട്ട് കിട്ടിയില്ലല്ലോ. ശരി, യുദ്ധതന്ത്രം എന്ന് പറയുന്ന പോലെ നമുക്ക് ദൈവത്തോടൊരു യുദ്ധതന്ത്രം ചോദിച്ചാൽ ദൈവം അത് പറഞ്ഞു തരും. യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ, അല്ലേ? യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ. അതേ ദൈവം തന്നെയല്ലേ നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിലും ഒരു പ്രാർത്ഥനാ തന്ത്രം, ഒരു ആത്മീയ പോരാട്ട തന്ത്രം, ഒരു സ്പിരിച്വൽ വാർഫെയർ സ്ട്രാറ്റജി ദൈവം നമുക്ക് കാണിച്ചു തരും. എത്ര പേര് വിശ്വസിക്കുന്നു? ആ സ്ട്രാറ്റജിയോടുകൂടെ നമ്മൾ പോരാട്ടത്തിന് ഇറങ്ങണം. അല്ലാതെ ചാടി കയറി ഇന്നത്തെ സാമ്പാറിൻ്റെ പ്രസംഗം കേട്ടോട്ട് ഞാനൊന്ന് പോരാടിയിട്ടേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് ചാടി ഇറങ്ങിക്കളല്ലേ പൊന്നോ, പണി വാങ്ങിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം? ദൈവത്തോട് ചോദിക്കുക, ദൈവം തരുന്ന സ്ട്രാറ്റജിയിൽ മുന്നോട്ടിറങ്ങുക. ചിലപ്പോൾ ദൈവം പറയും, നീ ഇപ്പോൾ ഒന്നും മിണ്ടണ്ട, ഗോ ആൻഡ് വാക്ക് അറൗണ്ട്, നീ ഡു എ പ്രെയർ വാക്ക്,
ഒരു പ്രാർത്ഥനാ യാത്ര നടത്തുക. മേ ബി ഗോ എ പ്രേയർ റൈഡ്. വണ്ടി എടുത്തോണ്ടൊന്ന് ചുറ്റി കറന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് കറങ്ങി പ്രാർത്ഥിക്കുക, ഒന്ന് കറങ്ങി ദൈവത്തെ സ്തുതിക്കുക, അല്ലേ എന്ന് പറയും. ചിലപ്പം മേ ബി സം ഇൻ്റർസെഷൻ ഗ്യാതറിങ്സ്, ഒരുമിച്ച് വന്ന് മധ്യസ്ഥ അണയ്ക്കുന്നൊരു കൂട്ടം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാത്രി, അന്ന് ബുധനാഴ്ച ആ മരണം ഉണ്ടായെന്ന് വൈകിട്ട് രാത്രി ഒരു ലേറ്റ് നൈറ്റ് ഇവിടെ ഒരുപാട് പേരിരുന്ന് പ്രാർത്ഥിച്ചു, മിഡ് നൈറ്റ് വരെ. ചില ദിവസം വെളുപ്പിന് 5 മണി, ഹിന്ദിക്കാർ, നമ്മുടെ ഹിന്ദി ഫെലോഷിപ്പുകാർ വെളുപ്പിന് 5 മണി വരെ, 5:30 പ്രാർത്ഥന നടത്തി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്ഷീണമേ തോന്നില്ല, ഉറക്കമേ വരുന്നില്ല, 5 മണി 5:30 ആയോ, ഇനി പോകാൻ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ അർത്ഥം ഇതുപോലെ ചില ഇൻറ്റർസെസറി ഗ്യാതറിങ്സ് ദൈവം നമുക്ക് തരട്ടെ. അടുത്തത്, മേ ബി ദ ലോർഡ് മേ ആസ്ക് യു ടു ഡു സം പ്രൊഫറ്റിക് ആക്ട്സ്. അതായത് ഈ പറഞ്ഞ പോലെ വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രവചനാത്മാവിൽ ചില കാര്യങ്ങളങ്ങ് ചെയ്യുവാൻ പറയും. പക്ഷെ അതിൻ്റെയൊക്കെ എക്സ്ട്രീമിലോട്ട് പൊക്കളയല്ലേ, അതായി പ്രശ്നം. ഞാൻ ആ കാര്യങ്ങളൊക്കെ ചില സൂക്ഷിച്ചേ പറയത്തുള്ളൂ. കാരണം പ്രൊഫറ്റിക് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോട് കോപ്രായങ്ങൾ കാണിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അതൊക്കെ കണ്ട് ഒത്തിരി ഞാൻ മടുത്തിട്ടുമുണ്ട്. അതല്ല, ദൈവം നിങ്ങളോട് പറയുകയാണെങ്കിൽ പോയി ചില പ്രവചനാത്മാവിൽ ചില കൃത്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് വേറൊന്നിനുമല്ല, അത് ദൈവം എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു. പഴയ നിയമത്തിൽ പലയിടത്തും ഉള്ളത് കാണുന്നുണ്ട്. സം പ്രൊഫറ്റിക്കൽ ആക്ട്സ് വിച്ച് ദ ലോർഡ് ആസ്ക്ഡ് സം പീപ്പിൾ ടു ഡു, ദേ ഡിഡ് ഇറ്റ് ആൻഡ് ദേ ഫൗണ്ട് ദി ആൻസർ. ഇതുപോലെ സഭയ്ക്ക് ചില പ്രൊഫറ്റിക്കൽ ആക്ട്സ് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ, വിശ്വാസത്തോടുകൂടി പോയി ചിലത് ചെയ്യുവാൻ, ചിലത് വിളിച്ചു പറയുവാൻ, അല്ലെങ്കിൽ ചില സംരംഭങ്ങൾ തുടങ്ങുവാനൊക്കെ ദൈവം പറഞ്ഞെന്നിരിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥനയോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചില കോട്ടകളെ ഇടിക്കുക തന്നെ ചെയ്യും. ചില കോട്ടകളെ ഇടിക്കും. ഇന്ന് നമ്മുടെ കണ്ണുകളെ നടക്കാം. എത്ര പേര് വിശ്വസിക്കുന്നത്, ലോർഡ് എൻ്റെ ചുറ്റും കർത്താവെ അനേകർ നശിക്കുന്നു, അനേകർ കർത്താവെ മരണത്തിനിരയായി പോകുന്നു, അനേകർ കർത്താവെ സാത്താൻ കർത്താവെ പിടിച്ച് കർത്താവെ കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എനിക്കൊന്നും തോന്നാതെ ഞാൻ ഇരിക്കുന്നപ്പാ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഒരു നിമിഷം നമുക്കൊന്ന് ഉണർന്ന്, കർത്താവെ ഞാനൊന്ന് ഉണരുന്നപ്പാ, ഇനി എൻ്റെ കുടുംബത്തിൽ ഒരു ആത്മഹത്യ നടക്കരുത്, ഇനി എൻ്റെ കുടുംബത്തിൽ കർത്താവെ ഒരു ആപത്തുണ്ടാവരുത്, ഇനി എൻ്റെ മക്കൾ ആരും കർത്താവ് ഒരു തരത്തിലും ഒരു അഡിക്ഷനും കർത്താവെ, അത് മയക്കുമരുന്നാവട്ടെ, കഞ്ചാവാകട്ടെ, കർത്താവ് മദ്യപാനമാവട്ടെ, ഒന്നും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അപ്പൻ ഒരു പക്ഷേ മദ്യപാനിയായിരുന്നു, എൻ്റെ വല്യപ്പൻ ഒരു പക്ഷേ മദ്യപാനിയായിരുന്നു, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഒരിക്കലും ഇനിയും എൻ്റെ തലമുറയിൽ ആരും ഒരു മദ്യം തൊടാതെ വണ്ണം കർത്താവെ, അന്ധകാരത്തിൽ നിന്ന് കർത്താവെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ കുടുംബമായി അവിടെ നിന്ന് മാറ്റണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കർത്താവെ ഒരു വലിയ മാറ്റം, ഇനി ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പോലും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി ഒരാളെ പോലും പിശാച് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇനി എൻ്റെ കുടുംബത്തിൽ ഒരു ദുർമരണം ഉണ്ടാകുകയില്ല. ഇനി എൻ്റെ കുടുംബത്തിൽ ഒരു അപകടം ഉണ്ടാകുകയില്ല. ഇനി എൻ്റെ കുടുംബത്തിൽ പിശാചിന്റെ ഒരു തന്ത്രവും ഫലിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ആ ജയമെടുത്താട്ട്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നു. എഴുന്നേറ്റ് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്തടുത്ത് നിൽക്കുന്നവരൊന്ന് കൈയൊന്ന് പിടിച്ചാട്ടെ. ജസ്റ്റ് ടു ഷോ ദാറ്റ് ലോർഡ് ഐ അഗ്രി വിത്ത് സമ്മൺ. അടുത്തേക്ക് ഒരാളുടെ കയ്യിലെങ്കിലും പിടിച്ചാട്ടെ. എന്നിട്ട് പറഞ്ഞേ, ഞാൻ കർത്താവേ, ഞാനിതാ ഒന്നിക്കുന്നു കർത്താവേ, ഞാനിതാ കർത്താവ് പ്രാർത്ഥനയിൽ ആരുമായിട്ടെങ്കിലും ഒന്ന് ഐക്യപ്പെടുന്നു കർത്താവേ, ഞാൻ ആരുമായിട്ടെങ്കിലും ഒന്ന് ഐക്യപ്പെടുന്നു. ഞാൻ ഈ കൈ പിടിച്ചിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു സമൂഹമായി, ഞങ്ങളൊരു കുടുംബമായി, ഞങ്ങൾ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ ഈ പട്ടണത്തെ വിട്ടുകൊടുക്കുകയില്ല. ഇനി ഈ പട്ടണത്തിൽ കർത്താവെ ദുഷ്ടന്റെ ആധിപത്യത്തിൽ നിന്ന്, ഈ പട്ടണത്തിൽ കർത്താവെ ചിലരെങ്കിലും തീയിൽ നിന്നും പിടിച്ചെടുക്കുവാൻ, ചിലരെങ്കിലും തീയിൽ നിന്നും വലിച്ചു മാറ്റുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ചില ക്ലൂ തരും. ദൈവം ചില കാര്യങ്ങൾ കാട്ടിത്തരും. ദൈവം ചില കാഴ്ചകൾ കാണിക്കും നിങ്ങളെ. ചിലപ്പോൾ ചില ദർശനങ്ങൾ ദൈവം തരും. ചില വെളിപ്പാടുകൾ ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചില വെളിപ്പാടുകളോ ചില ദർശനങ്ങളോ
ദൈവം നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി എടുക്കുക. ഈ നാളുകളിൽ നിങ്ങളുടെ ശുശ്രൂഷ തന്നെ ഒന്ന് മാറ്റിമറിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഒരു പൊത്തുവരുത്ത ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് മുതൽ ഹല്ലേലൂയ, ഉഷ്ണവാനും ശീതവാനും അല്ലാത്ത അവസ്ഥയല്ല. കർത്താവിന് വേണ്ടി കത്തിയെരിയുന്ന ഒരു തീപ്പന്തമാകുവാൻ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം. ഐകമത്യപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബങ്ങളായി ഒന്നിച്ച് ചേർന്നുകൊണ്ട്, സഭയായി ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടം, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിക്കെതിരെ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തികൾക്കെതിരെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചെറുപ്പക്കാരെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവരെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന മയക്കുമരുന്നുകൾ, മദ്യം, അങ്ങനെയുള്ള തെറ്റായ സ്വഭാവങ്ങൾ, അവരെ അഡിക്റ്റ് ആയിരിക്കുന്ന ഏത് അഡിക്ഷൻസ് ആണെങ്കിലും യേശുവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വിടുവിക്കണമേ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ വിടുവിക്കണമേ അർത്ഥാൽ. ഞങ്ങളുടെ ക്യാമ്പസുകളെ അവിടുന്ന് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ ആക്കണമേ. ഞങ്ങളുടെ കോളേജുകളെ, ഞങ്ങളുടെ സ്കൂളുകളെ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളെ എല്ലാം അവിടുന്ന് ശുദ്ധീകരിക്കണമേ അർത്ഥാൽ. ആത്മാവ് ചിലരെയൊക്കെ കാണിക്കുന്നു, ചിലർക്ക് ചില ദർശനങ്ങൾ ദൈവം തരുന്നു. നിങ്ങൾക്ക് ദൈവം തന്ന ചില കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിക്കുന്ന നാളുകളാണ്. നിങ്ങൾക്ക് ദൈവം തന്ന ചില കൃപാവരങ്ങളെ ദൈവം ജ്വലിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ജ്വലനം ഏറ്റെടുത്തുകൊണ്ട് പോവുക. ആ ജ്വലനം ഏറ്റെടുത്തുകൊണ്ട് പോവുക. കേട്ട വനത്തിന് മുമ്പാകെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ പേരുപേരായി, കുടുംബമായി, സഭയായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു പൊത്തുവരുത്ത ജീവിതം നയിക്കുവാനാണ്. ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതമല്ല അങ്ങ് പ്രതീക്ഷിക്കുന്നത് കർത്താവേ. ജീവിച്ചാൽ ഒരു ജീവിതമേ ഞങ്ങൾക്കുള്ളപ്പാ. ആ ജീവിതം അങ്ങേക്കായി ജീവിക്കണം കർത്താവേ. അങ്ങയുടെ രാജ്യത്തിനായി ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങയുടെ രാജ്യത്തിനായി, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും, അത് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സഭയിലും തിരുവിഷ്ടം നടക്കണമേ. തിരുവിഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുവാൻ, സഭകളിൽ നടക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭകളിലും സ്വർഗത്തിലെ പോലെ കാര്യങ്ങൾ നടക്കട്ടെ കർത്താവേ. അതിനായി ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.